Hello students, welcome back to our physics class. എങ്ങനെയുണ്ട് നമ്മുടെ ഫിസിക്സ് ടോപ്പിക്സ്? പഠിക്കുന്നുണ്ടോ? സൂപ്പറായിട്ട് പോകുന്നില്ലേ? യെസ്, ശരിയല്ലേ? ഇത്തിരി പാടുണ്ട്, പക്ഷേ നമ്മളത് ഫോളോ ചെയ്താൽ, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ എവറിത്തിങ് വിൽ ബിക്കം ഓൾ റൈറ്റ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിലെ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ആൻഡ് ദ ടോപ്പിക് ഈസ് graphs in our motion in straight line. മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യമേ റെസ്റ്റ് എന്ന് പഠിച്ചു. റെസ്റ്റിലിരിക്കുന്ന ബോഡിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. വാട്ട് ഈസ് റെസ്റ്റ്, വെൻ എ ബോഡി ഈസ് സെറ്റ് ടു ബി അറ്റ് റെസ്റ്റ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തത്, ശരിയല്ലേ? അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെ ഗ്രാഫ് ആദ്യമേ നമുക്ക് നോക്കണം. അത് കഴിഞ്ഞപ്പോൾ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങി. ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങി? മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മൂവിങ് ബോഡിയുടെ ഗ്രാഫ് നമുക്ക് നോക്കണം. മോഷൻ തന്നെ നമ്മൾ രണ്ട് തരത്തിൽ പഠിച്ചു. യൂണിഫോം മോഷനും പഠിച്ചു, നോൺ യൂണിഫോം മോഷനും പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം, ശരിയല്ലേ? അപ്പം നമുക്ക് റെസ്റ്റിലുള്ള ബോഡിയുടെ ഗ്രാഫ് നോക്കണം, യൂണിഫോമായിട്ട് മൂവ് ചെയ്യുന്ന ബോഡിയുടെ ഗ്രാഫ് നോക്കണം, നോൺ യൂണിഫോമായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ഗ്രാഫ് നോക്കണം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ഗ്രാഫ്. തുടങ്ങാം. ഹാപ്പി ആയിട്ട് നമ്മുടെ പുതിയ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ദ ഗ്രാഫ്സ് റിലേറ്റഡ് ടു മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പം നമ്മൾ ആദ്യമേ റെസ്റ്റിലിരിക്കുന്ന, അപ്പോൾ എന്തൊക്കെ നോക്കണം? റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെ മോഷൻ നോക്കണം, ഗ്രാഫ് നോക്കണം. റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെ മോഷൻ അല്ല, ഗ്രാഫ് നോക്കണം. ദെൻ മൂവിങ് ബോഡിയുടെ ഗ്രാഫ് നോക്കണം, അത് തന്നെ യൂണിഫോമായിട്ടും നോൺ യൂണിഫോമായിട്ടും. ഓക്കെ, സോ അറ്റ് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ദ സ്റ്റേഷനറി ഓബ്ജെക്റ്റ്. സ്റ്റേഷനറി ഓബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. അപ്പം നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? റെസ്റ്റിലിരിക്കുന്ന ബോഡിയെക്കുറിച്ച് സംസാരിക്കാൻ പോവാം. ഓക്കെ, സോ വാട്ട് ഈസ് റെസ്റ്റ് കണ്ടീഷൻ? എന്താ റെസ്റ്റ് എന്ന് വെച്ചാൽ? സപ്പോസ് ഞാൻ ഒബ്സർവറും നിങ്ങൾ എൻ്റെ ഒബ്ജക്റ്റുമാണ്. ഞാൻ ഒബ്സർവറും നിങ്ങൾ എൻ്റെ ഒബ്ജക്റ്റുമാണ്. ഓക്കെ, അപ്പോൾ 0 സെക്കൻഡ്സ് മുതൽ നമ്മൾ നിങ്ങളെ നോക്കുക. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന് എന്തുണ്ട്? പൊസിഷനുണ്ട്, ഒരു പർട്ടിക്കുലർ പൊസിഷനുണ്ട്. അപ്പോൾ സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ, റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്? അയാളുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. അയാളുടെ എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത്? പൊസിഷൻ ടൈം ഗ്രാഫ്. ഇനി പൊസിഷൻ മാറുന്നുണ്ടോ? റെസ്റ്റാ. അപ്പം ഞാൻ എപ്പം നോക്കിയാലും നിങ്ങൾ അതേ പൊസിഷനിലിരുന്നാലല്ലേ നിങ്ങൾ റെസ്റ്റിലാന്ന് ഞാൻ പറയുള്ളൂ, ശരിയല്ലേ? അപ്പം വിത്ത് റെസ്പെക്ട് ടു മീ, വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്സർവർ, ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. അപ്പം അയാളുടെ പൊസിഷൻ മാറുന്നുണ്ടോ? ഇല്ല. പൊസിഷൻ മാറാത്തത് കൊണ്ട് തന്നെ വെലോസിറ്റി കിട്ടുമോ? ഇല്ല. വെലോസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ എൻ്റെ റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് ഒരൊറ്റ ഗ്രാഫേ ഉള്ളൂ. അതേത് ഗ്രാഫാ? അയാളുടെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഏത് ഗ്രാഫ് മാത്രമേ ഉള്ളൂ അയാൾക്ക്? പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ടേക്ക് ദ പൊസിഷൻ ടൈം ഗ്രാഫ്. നമ്മൾ എന്തെടുക്കാൻ പോവാ? പൊസിഷൻ ടൈം ഗ്രാഫ് എടുക്കാൻ പോവാം. സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് സ്റ്റേഷനറി ഓബ്ജക്റ്റിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ഞാൻ എക്സ് ആക്സിസിൽ ടൈം പ്ലോട്ട് ചെയ്യാൻ പോവാം. വൈ ആക്സിസിൽ പൊസിഷൻ ഞാൻ എക്സ് എന്ന് കാണിച്ചോട്ടെ. എക്സ് പൊസിഷൻ. ഓക്കെ, എങ്ങനെയും കാണിക്കാം. എക്സ് ഇട്ട് കാണിക്കാം, വൈ ഇട്ട് കാണിക്കാം, എങ്ങനെയും കാണിക്കാം. ഇപ്പം നമ്മൾ പൊസിഷൻ എക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ എങ്ങനെ കാണിക്കുക? എക്സ് ടി ഗ്രാഫായിട്ട് കാണിക്കുക. ഓക്കെ, എക്സ് ടി ഗ്രാഫ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നോക്കാൻ തുടങ്ങിയ സമയം 0 സെക്കൻഡ്സ്. 0 സെക്കൻഡ്സിൽ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് ഇത്രയും ദൂരം മാറി നിൽക്കുക. ഇതാണ് നിങ്ങളുടെ പൊസിഷൻ. ഓക്കെ, 1 സെക്കൻഡ് കഴിഞ്ഞു. നിങ്ങളുടെ പൊസിഷൻ മാറുമോ? പൊസിഷൻ മാറത്തില്ല, അത് തന്നെയാണ്. 2 സെക്കൻഡ്സ് കഴിഞ്ഞു. നിങ്ങളുടെ പൊസിഷൻ മാറുമോ? മാറത്തില്ല, അതുകൊണ്ടല്ലേ റെസ്റ്റിലാന്ന് പറഞ്ഞത്. 3 സെക്കൻഡ്സ് കഴിഞ്ഞു. 4 സെക്കൻഡ്സ് കഴിഞ്ഞു. നിങ്ങളുടെ പൊസിഷൻ മാറുമോ? മാറത്തില്ല. എന്ന് വെച്ചാൽ ഗ്രാഫ് എന്ത് കിട്ടും? ഒരേ പോയിന്റിലുള്ള ആൾക്കാരെല്ലാം കൂടെ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഗ്രാഫ് എന്തായി മാറി? യെസ്, എന്ത് കിട്ടി? പറഞ്ഞോളൂ. വാട്ട് ഈസ് ദ ഗ്രാഫ് നൗ? ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫ് എന്തായി മാറി? ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ.
എങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻ? പാരലൽ ടു ടൈം ആക്സിസ്. ആർക്ക് പാരലായിട്ട്? ടൈം ആക്സിസിന് പാരലായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞൂടെ? പറയണ്ട. കാരണം എനിക്ക് വേണമെങ്കിൽ ടൈം എടുത്ത് വൈ ആക്സിസിലും പൊസിഷൻ എടുത്ത് എക്സ് ആക്സിസിലും വയ്ക്കാം. അപ്പോൾ എൻ്റെ ഗ്രാഫ് തിരിഞ്ഞിരിക്കും. ദാറ്റ് മീൻസ് പറഞ്ഞ് മനസ്സിലായില്ല, നമുക്ക് ഇങ്ങോട്ട് മാറ്റി വരച്ച് നോക്കാം. ഇഫ് ഐ പ്ലോട്ട് ദ ഗ്രാഫ് ലൈക്ക് ദിസ്, പൊസിഷൻ ഓൺ എക്സ് ആക്സിസ് ആൻഡ് ടൈം ഓൺ വൈ ആക്സിസ്. അപ്പോൾ 0 seconds എന്ന് പറയുമ്പോൾ 0 secondsൽ എൻ്റെ ബോഡി ഇവിടെ ഇരിക്കുമല്ലേ? 1 second, 2 second, 3 second. അപ്പോഴെല്ലാം ബോഡിയുടെ പൊസിഷൻ അത് തന്നെ. അപ്പോൾ ഗ്രാഫ് എങ്ങനെ കിട്ടും? ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റുമോ? ഇല്ല. ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് എപ്പോഴും. അപ്പോൾ എപ്പോഴും നമ്മൾ എങ്ങനെ പറയത്തുള്ളൂ? ദ പൊസിഷൻ ടൈം ഗ്രാഫ് of an object at rest is the graph is a straight line. Graph എന്ത് കിട്ടി? The graph is a straight line. എങ്ങനെയുള്ള straight line? Parallel to time axis. Parallel to time axis. Time axisന് parallel ആയിട്ടുള്ള ഗ്രാഫ് എനിക്ക് കിട്ടി. Clear? So what is the graph? The graph is a straight line parallel to time axis. എങ്ങനെയുള്ള ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്? The graph is a straight line parallel to time axis. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ എന്ത് വരച്ചു? പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചു. ഇനി ഇയാളുടെ പൊസിഷൻ മാറുന്നുണ്ടോ? ഇല്ല. ഇയാളുടെ പൊസിഷൻ മാറാത്തത് കൊണ്ട് തന്നെ ഇയാൾക്ക് വെലോസിറ്റി കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. വെലോസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് ആക്സിലറേഷൻ ഉണ്ടോ? ഒന്നുമില്ല. ആ കൂടെ പൊസിഷൻ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ സ്റ്റേഷനറി ഓബ്ജക്റ്റിന് ഒറ്റ ഗ്രാഫേ ഉള്ളൂ, പൊസിഷൻ ടൈം ഗ്രാഫ്. മനസ്സിലായല്ലോ? ഫോർ എ ബോഡി അറ്റ് റെസ്റ്റ്, ഫോർ എ സ്റ്റേഷനറി ഓബ്ജക്റ്റ്, ദ ഗ്രാഫ് ഈസ് ഓൺലി പൊസിഷൻ ടൈം ഗ്രാഫ്. ആൻഡ് വാട്ട് വിൽ ബി ദ ഗ്രാഫ്? ഗ്രാഫ് എന്തായിരിക്കും? ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഗ്രാഫ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. കൂടെ പറഞ്ഞോളൂ. Position time graph of a body at rest is a straight line parallel to time axis. Clear? മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ റെസ്റ്റ് കഴിഞ്ഞു. റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് പൊസിഷൻ മാത്രമേ ഉള്ളൂ. റെസ്റ്റ് കഴിഞ്ഞു എങ്കിൽ നമുക്കിനി അടുത്തത് എടുക്കാം. അടുത്തത് മൂവിങ് ബോഡി അല്ലേ? മൂവിങ് ബോഡിയിൽ തന്നെ 2 കണ്ടീഷൻസ് ഇല്ലേ? ആദ്യമേ നമ്മൾ യൂണിഫോം മോഷൻ പറയും, പിന്നെ നമ്മൾ നോൺ യൂണിഫോം മോഷൻ പറയും. ഫസ്റ്റ് യൂണിഫോം മോഷൻ, സെക്കൻഡ് നോൺ യൂണിഫോം മോഷൻ. അപ്പോൾ ആദ്യമേ നമുക്ക് യൂണിഫോം മോഷനിലുള്ള ബോഡിയെ നോക്കാം. സോ വി ആർ ഗോയിങ് ടു ദ ബോഡി ഇൻ യൂണിഫോം മോഷൻ. ഓക്കെ. അപ്പം ബോഡി ഇൻ യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ വാട്ട് വാസ് യൂണിഫോം മോഷൻ? എങ്ങനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ ഡിസ്കസ് ചെയ്തത്? ഇഫ് പറഞ്ഞോളൂ, കൂടെ പറ. ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി, അല്ലേ? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാര്യമല്ലേ പറഞ്ഞേ? എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യണം? ഓർക്കുന്നുണ്ടോ? ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, the velocity of the body remains a constant. This constant velocity is called as uniform velocity, and such a motion with the uniform velocity is called as uniform motion. അപ്പോൾ യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ബോഡിക്ക് വെലോസിറ്റിയും ഉണ്ട്, എൻ്റെ ബോഡിക്ക് പൊസിഷനും ഉണ്ട്, അല്ലേ? അപ്പം നമ്മൾ എന്തൊക്കെ വരയ്ക്കണം? വെലോസിറ്റി ടൈം ഗ്രാഫും വരയ്ക്കണം, പൊസിഷൻ ടൈം ഗ്രാഫും വരയ്ക്കണം. ശരിയല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫും വരയ്ക്കണം, പൊസിഷൻ ടൈം ഗ്രാഫും വരയ്ക്കണം. ഓക്കെ. അപ്പോൾ ആദ്യമേ യൂണിഫോം മോഷൻ നടത്തുന്ന ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പോവാ. എന്ത് വരയ്ക്കാൻ പോവാ? വെലോസിറ്റി ടൈം ഗ്രാഫ്, വി ടി ഗ്രാഫ്. നമ്മുടെ ഗ്രാഫ് എന്താണ്? വി ടി ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ. വാട്ട് അബൌട്ട് ദ വെലോസിറ്റി? അപ്പം നമുക്ക് ആദ്യമേ ആക്സിസ് നേരത്തെ പോലെ ടൈം ഓൺ എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി ഓൺ വൈ ആക്സിസ്. ഞാൻ എവിടെ കൊണ്ടുവന്ന് വെലോസിറ്റി പ്ലോട്ട് ചെയ്യാൻ പോവാ? വൈ ആക്സിസിൽ വെലോസിറ്റിയും എക്സ് ആക്സിസിൽ ടൈമും. ഓക്കെ. ഇനി യൂണിഫോം മോഷൻ്റെ വെലോസിറ്റി എങ്ങനെയായിരുന്നു? ദ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം യൂണിഫോം മോഷനകത്ത് ബോഡി കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് പോകുന്നത്. എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സപ്പോസ് ദ ബോഡി ഹാസ് എ വെലോസിറ്റി ഓഫ് 5 meter per second. നമ്മുടെ ബോഡിയുടെ വെലോസിറ്റി 5 meter per second ആണെങ്കിൽ 1 സെക്കൻഡ് കഴിഞ്ഞാലും വെലോസിറ്റി മാറുമോ? ഇല്ല. അടുത്തൊരു സെക്കൻഡ് കഴിഞ്ഞാലും വെലോസിറ്റി മാറുമോ? ഇല്ല. ടൈം എത്ര മാറിയാലും വെലോസിറ്റി മാറുമോ? ഇല്ല. സോ വാട്ട് ഈസ് ദ ഗ്രാഫ്? പിന്നെയും എനിക്ക് എന്ത് തന്നെ കിട്ടി? ഗ്രാഫ്. ദ ഗ്രാഫ് ഇസ് എ
straight line parallel to which axis? കൂടെ പറ. x axis എന്ന് പറയുമോ? വേണ്ട. പകരം എന്തേ പറയത്തുള്ളൂ? ടൈം ആക്സിസ്. സോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഡൗട്ട് ഇല്ലല്ലോ, കാരണം എത്ര സമയം മാറിയാലും എൻ്റെ ബോഡിയുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫ് എന്താണ്? ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ എന്ത് എഴുതാൻ പോവാ? ദ വെലോസിറ്റി ടൈം ഗ്രാഫ് of a body in uniform motion is a straight line which is parallel to which axis? Time axis, alle, which is parallel to time axis. The velocity time graph of a body in uniform motion is a straight line parallel to time axis. Clear? Okay, doubt undo? Clear ആയി. Any doubt? No. നമുക്ക് മനസ്സിലായി. The velocity time graph is a straight line parallel to time axis. Okay, it is a straight line parallel to time axis. ശരിയല്ലേ? Okay, അപ്പം നമുക്ക് ഗ്രാഫ് ഒന്നും കൂടെ എഴുതാം. പൊസിഷൻ ഒന്ന് മാറ്റട്ടെ. So the graph is a straight line parallel to time axis. We will write the graph is a straight line. ഇവിടെ എഴുതാം. Straight line. The graph is a straight line parallel to time axis. Parallel to time axis. Time axis ന് parallel ആയിട്ടുള്ള straight line ആണ്. Okay, clear? Okay, now once more ഞാനൊന്ന് വരയ്ക്കാൻ പോവാം. ഒന്നും കൂടെ വരയ്ക്കട്ടെ. യെസ്, ദിസ് ഇസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. നമുക്കൊന്നും കൂടെ വരയ്ക്കാം. ഓക്കെ, വി ഹാവ് പ്ലോട്ടഡ് വൺസ് മോർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഒന്നും കൂടെ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്തു. ഓക്കെ, നൗ ഈ ഗ്രാഫിൻ്റെ ഏരിയ ഒന്ന് എടുക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നിട്ട്? ടേക്കിംഗ് ദ ഏരിയ. നമ്മൾ ആ ഗ്രാഫിൻ്റെ ഏരിയ ഒന്ന് എടുക്കാൻ പോവാം. Taking area of the velocity time graph. How to take the area? Area എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഗ്രാഫ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. ലൈക്ക് ദിസ്. എന്നിട്ട് ദിസ് ഈസ് ദ ഏരിയ. ഇത്രയുമല്ലേ എൻ്റെ ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത്? ദിസ് മച്ച് ഇസ് ദ ഏരിയ ഓഫ് ദി ഗ്രാഫ്. ശരിയല്ലേ? ഇതാണ് എൻ്റെ ഗ്രാഫ് കവർ ചെയ്ത ഏരിയ. ദിസ് ഇസ് ദ ഏരിയ ഓഫ് ദ ഗ്രാഫ്. ശരിയാണല്ലോ? എങ്കിൽ പോയിന്റ് O, ഇയാളെ ഞാൻ എ എന്ന് വിളിച്ചു, ഈ പോയിന്റിനെ ബി എന്ന് വിളിച്ചു, ഈ പോയിന്റിനെ സി എന്ന് വിളിച്ചു. ഏരിയ ഒന്ന് എടുത്ത് നോക്കാം. ടേക്കിംഗ് ഏരിയ. ഹൗ ടു ടേക്ക് ദ ഏരിയ? ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. ഇപ്പോൾ റെക്റ്റാങ്കുലർ റീജിയൻ കിട്ടിയത് കൊണ്ട് OA ഇൻറ്റു OC എന്ന് എഴുതിക്കോട്ടെ. OA ആരാണ്? OA ഇസ് വെലോസിറ്റി V ഇൻറ്റു OC ആരാ? OC ഇസ് ദ ടൈം T. അപ്പോൾ V ഇൻറ്റു ടി ആര് കിട്ടും? നമ്മൾ യൂണിഫോം മോഷനകത്ത് ഒറ്റ ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ത് കിട്ടും? യെസ്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി. അല്ലേ? എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെൻറ്റ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ പൊസിഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ചേഞ്ച് ഇൻ പൊസിഷൻ. നമുക്ക് എന്ത് കിട്ടി? ചേഞ്ച് ഇൻ പൊസിഷൻ. ദാറ്റ് മീൻസ് the area of the velocity time graph will give the area of the velocity time graph will give the position, the change in position of the body, the displacement of the body. അപ്പോൾ നമ്മൾ വരച്ചത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിലും അതിൻ്റെ ഏരിയ എന്ത് തരും? the area of, once more പറഞ്ഞോളൂ, the area of velocity time graph will give the displacement of the body. Displacement എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ പൊസിഷൻ. ഈ ടൈം കൊണ്ട് എത്രമാത്രമായിട്ട് പൊസിഷൻ മാറി, അയാൾക്ക് കിട്ടിയ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും ബൈ ടേക്കിംഗ് ദ ഏരിയ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സോ നമ്മൾ എന്താ പറഞ്ഞേ? വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ parallel to time axis. It is a straight line parallel to time axis, and the area of the velocity time graph will give the change in position of the body. Clear? ഈ ടൈം കൊണ്ട് എടുത്തേക്കുന്ന ടൈം t കൊണ്ട് എത്രമാത്രം പൊസിഷൻ മാറി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? അപ്പം യൂണിഫോം മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ക്ലിയർ ആണല്ലോ? ഓക്കെ, വെരി ഗുഡ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോവാം? ഇതേ യൂണിഫോം മോഷൻ നടത്തുന്ന ബോഡിയുടെ പൊസിഷൻ മാറുന്നുണ്ട്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫും കിട്ടും നമുക്ക്. ശരിയല്ലേ? അപ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ നമുക്ക് പൊസിഷൻ നോക്കാം. ഓക്കെ, പൊസിഷൻ നോക്കാം. വാട്ട് അബൌട്ട് ദ പൊസിഷൻ? എങ്ങനെയായിരിക്കും? ആദ്യത്തെ 2 സെക്കൻഡ്സിൽ 10 മീറ്റർ ട്രാവൽ ചെയ്യുന്ന ആള് എങ്ങനെ ട്രാവൽ ചെയ്യണം അടുത്ത 2 സെക്കൻഡ്സിലും? പൊസിഷൻ ടൈം നോക്കുമ്പോൾ ആദ്യത്തെ 2 സെക്കൻഡ്സിൽ 10 മീറ്റർ ട്രാവൽ ചെയ്യുന്ന എൻ്റെ ബോഡി അടുത്ത 2 സെക്കൻഡ്സിലും 10 മീറ്റർ ട്രാവൽ ചെയ്യണം. അടുത്ത 2 സെക്കൻഡ്സിലും 10 മീറ്റർ. ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. നമ്മൾ എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ശരിയല്ലേ? then only the velocity of the body remains a constant. അപ്പോൾ എങ്ങനെ പ്ലോട്ട് ചെയ്യണം? നമുക്ക് പ്ലോട്ട് ചെയ്ത് തുടങ്ങാം. ടൈം ഓൺ x axis and position on y axis. പൊസിഷൻ ഞാൻ x എന്ന് കാണിച്ചോട്ടെ. ഓക്കെ, ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ്, ആദ്യത്തെ 10 അല്ലെങ്കിൽ ആദ്യത്തെ 2 സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്ത എൻ്റെ ബോഡി കണ്ടോ, അടുത്ത 2 സെക്കൻഡിൽ എന്ത് ചെയ്യണം? 20 മീറ്റർ ട്രാവൽ ചെയ്യണം. ശരിയല്ലേ? അടുത്ത 2 സെക്കൻഡിലോ 30 മീറ്റർ ട്രാവൽ ചെയ്യണം. ശരിയല്ലേ? അപ്പം ഗ്രാഫ് എന്ത് വരും? ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോഴും എനിക്ക് കിട്ടിയ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. എങ്ങനെ കിട്ടി ഗ്രാഫ്? ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. കണ്ടോ, ഗ്രാഫ് എനിക്ക് ഇപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടും. പക്ഷെ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇസ് പാരലൽ ടു ദ ടൈം ആക്സിസ് ആണോ? ഇപ്പം കിട്ടിയ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ് ആണോ? അല്ല, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ്. എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ് ആണ്. ക്ലിയർ? അപ്പം എൻ്റെ ഗ്രാഫ് കിട്ടി. ഗ്രാഫ് എങ്ങനെയാണ്? ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ്. അപ്പം ഗ്രാഫ് ഇസ് എ, how to write the position time graph of a body in uniform motion? The graph is a straight line. Is a straight line. അല്ലേ? ഇങ്ങനെയുള്ള ഗ്രാഫ് കിട്ടി. The graph is a straight line with a slope. സ്ലോപ്പോട് കൂടിയ ഗ്രാഫ് കിട്ടി. The graph is a straight line with a slope. ശരിയല്ലേ? ഇനി ഈ സ്ലോപ്പ് പോസിറ്റീവ് സ്ലോപ്പ് ആണോ നെഗറ്റീവ് സ്ലോപ്പ് ആണോ? പറഞ്ഞതാ. ഈ സ്ലോപ്പ് പോസിറ്റീവ് സ്ലോപ്പ് ആണോ നെഗറ്റീവ് സ്ലോപ്പ് ആണോ? ടൈം കൂടുന്നതനുസരിച്ച് പൊസിഷൻ കൂടി വന്നു അല്ലേ? ആദ്യമേ 2 സെക്കൻഡിൽ അല്ലെങ്കിൽ 0 സെക്കൻഡിൽ എൻ്റെ അടുത്തിരുന്ന ആള് 2 സെക്കൻഡ്സ് കൊണ്ട് 10 മീറ്റർ ദൂരെ പോയി. അടുത്ത 2 സെക്കൻഡ്സ് കൊണ്ട് പിന്നെയും 10 മീറ്റർ ദൂരെ പോയി. അടുത്ത 2 സെക്കൻഡ്സ് കൊണ്ട് പിന്നെയും 10 മീറ്റർ. അങ്ങനെ ബോഡി എന്ത് ചെയ്യുക? എൻ്റെ അടുത്തുനിന്ന് ദൂരോട്ട് പോവുക. അപ്പം ടൈം കൂടുന്നതനുസരിച്ച് പൊസിഷൻ കൂടി വന്നു. അപ്പം കിട്ടിയ ഗ്രാഫ് പോസിറ്റീവ് സ്ലോപ്പ്. ശരിയല്ലേ? അപ്പം നമുക്കിവിടെ എന്തെഴുതാം? ദ ഗ്രാഫ് ഇസ് എ പോസിറ്റീവ് സ്ലോപ്പ്. എൻ്റെ ഗ്രാഫ് എന്ത് കിട്ടി? പോസിറ്റീവ് സ്ലോപ്പ് കിട്ടി. എപ്പോഴാ? ഇഫ് the object moves away from the observer. കണ്ടോ, ഒബ്സർവറിൻ്റെ അടുത്തുനിന്ന് ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക? ദൂരോട്ട് പോവാ. ടൈം കൂടുന്നതനുസരിച്ച് പൊസിഷൻ കൂടി വന്നു. തുടക്കത്തിൽ എൻ്റെ അടുത്തിരുന്ന ആള് 2 സെക്കൻഡിൽ 10 മീറ്റർ ദൂരോട്ട് പോയി. അടുത്ത 2 സെക്കൻഡിൽ പിന്നെയും 10 മീറ്റർ ദൂരോട്ട് പോയി. അടുത്ത 2 സെക്കൻഡിൽ പിന്നെയും ദൂരോട്ട് പോയി. ശരിയല്ലേ? എന്ന് വെച്ചാൽ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് അവേ ഫ്രം ദി ഒബ്സർവർ, ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. ശരിയല്ലേ? അങ്ങനാണെങ്കിൽ നമുക്ക് അടുത്തതൊന്ന് നോക്കാം. പൊസിഷൻ ടൈം തന്നെ നേരത്തെ പോലെ തന്നെ ടൈം ഓൺ എക്സ് ആക്സിസ്, പൊസിഷൻ ഓൺ വൈ ആക്സിസ്. പക്ഷെ ഇപ്പോഴെങ്ങനെയാണെന്നറിയാവോ? 0 സെക്കൻഡ്സിൽ ഞാൻ നിങ്ങളെ നോക്കുന്ന സമയത്ത് നിങ്ങളിതാ ഇവിടെ ഇത്രയും ദൂരെ നിൽക്കുക. 2 സെക്കൻഡ്സ് കഴിഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വന്നു. അടുത്ത 2 സെക്കൻഡ്സ് കഴിഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. സോ വാട്ട് വിൽ ബി ദ ഗ്രാഫ്? കണ്ടോ, the graph will be a straight line with a
നെഗറ്റീവ് സ്ലോപ്പ്. നോക്കണേ, ആദ്യത്തെ 0 സെക്കൻഡ്സിൽ സപ്പോസ് ഇത്രയും ദൂരെ ഇരുന്ന ആൾ അടുത്ത 2 സെക്കൻഡ്സ് കൊണ്ട് ദാ പൊസിഷൻ എൻ്റെ അടുത്തെത്തി. നെക്സ്റ്റ് 2 സെക്കൻഡ്സ് കൊണ്ട് പൊസിഷൻസ് എൻ്റെ അടുത്തെത്തി. അടുത്ത 2 സെക്കൻഡ് കൊണ്ട് പൊസിഷൻ പിന്നെയും എൻ്റെ അടുത്തെത്തി. കണ്ടോ, ലാസ്റ്റ് എൻ്റെ അടുത്ത് ഒരുപാട് എത്തി, എൻ്റെ അടുത്ത് തന്നെ അങ്ങെത്തി. ദാറ്റ് മീൻസ് വാട്ട് ഹാപ്പൻസ്, തുടക്കത്തിൽ ദൂരെ ഇരുന്ന ആൾ ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ പൊസിഷൻ കുറഞ്ഞു വന്നു. ടൈം കൂടി പൊസിഷൻ കുറഞ്ഞു. ഗ്രാഫ് എന്തായി? നെഗറ്റീവ് സ്ലോപ്പ്. അപ്പോൾ എന്തെഴുതും? യെസ്, negative slope. The graph of the position time graph of a body in uniform motion is negative slope if the object is, we will write, if the object is moving away, if the object is moving away from the observer. If the object is moving away എന്നാണോ നമ്മൾ പറയേണ്ടത്? If the object is moving towards, എൻ്റെ അടുത്തോട്ട് വന്നപ്പോഴല്ലേ? യെസ്, ഓക്കെ. അപ്പം നമ്മൾ എന്ത് പറയണം? ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ്, ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ്. എവേ വന്നപ്പോൾ പോസിറ്റീവ് സ്ലോപ്പ്. അപ്പം ടുവേർഡ്സ്, വാട്ട് ഈസ് ദിസ്? എന്താണ് എഴുതി വെച്ചത്? ഓക്കെ, ടുവേർഡ്സ് ദി ഒബ്സർവർ. ശരിയായോ? If the object is moving towards the observer, the graph is a negative slope. If the object is moving away from the observer, the graph is a negative slope. Clear? ഒന്നും കൂടെ നമ്മൾ എന്താ പറഞ്ഞത്? ഇഫ് ദ രണ്ട് തരത്തിൽ എനിക്ക് സ്ലോപ്പ് കിട്ടി. ഒന്ന്, the graph is a straight line with a slope എന്ന് മനസ്സിലായി. ശരിയല്ലേ? പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും if the object is moving, the object moves away from the observer. എൻ്റെ അടുത്തുനിന്ന് ദൂരോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? പോസിറ്റീവ് സ്ലോപ്പും. അതല്ല, എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ഒബ്സർവർ എന്ത് കിട്ടി? നെഗറ്റീവ് സ്ലോപ്പ് കിട്ടി. എന്ത് കിട്ടി? നെഗറ്റീവ് സ്ലോപ്പ് കിട്ടി. ശരിയല്ലേ? ക്ലിയർ? എന്തായാലും സ്ലോപ്പാ. പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണ്? എന്തായാലും യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് എ സ്ലോപ്പ്. Clear? Positive slope if the object is moving away from the observer and negative slope if the object is moving towards the observer. Clear ആയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്തായാലും സ്ലോപ്പ് അല്ലേ? ടേക്കിംഗ് ദ സ്ലോപ്പ്. നമുക്ക് സ്ലോപ്പ് ഒന്ന് എടുത്ത് നോക്കാം. ടേക്കിംഗ് ദ സ്ലോപ്പ്. എൻ്റെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഒന്ന് എടുക്കാം. സോ ഹൗ ടു ടേക്ക് സ്ലോപ്പ്? സ്ലോപ്പ് എടുക്കാൻ അറിയാവോ? യെസ്, മാത്സിൽ നമ്മൾ പറയുന്നതാണ്. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എടുക്കാൻ ടാൻ തീറ്റ എടുത്താൽ മതി. എന്തെടുത്താൽ മതി? ടാൻ തീറ്റ. ദിസ് ഇസ് തീറ്റ. അപ്പുറത്താണെങ്കിലും അതുപോലെ തന്നെ. അപ്പുറത്ത് എങ്ങനെയായിരുന്നു? ദിസ് ഇസ് തീറ്റ. കണ്ടോ? ടാൻ തീറ്റ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കാൻ എന്തെടുത്താൽ മതി? ടാൻ തീറ്റ. ആൻഡ് ടാൻ തീറ്റ എടുത്താൽ എന്ത് കിട്ടും? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ദിസ് ഇസ് x1 ആൻഡ് ദിസ് ഇസ് x2. ശരിയല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് T1 T2. സോ വി വിൽ റൈറ്റ് x2 മൈനസ് x1 ബൈ T2 മൈനസ് T1. ശരിയല്ലേ? ആൻഡ് വാട്ട് ഈസ് x2 മൈനസ് x1? യെസ്, ദ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ടേക്കൺ. ദിസ് ഇസ് ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ടേക്കൺ, വിച്ച് ഇസ് ദ velocity of the body. The slope of the position time graph will give the velocity of the body. The slope of the position time graph will give the velocity of the body. Whereas അതിനു മുന്നേ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചല്ലോ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ വിൽ ഗീവ്, അതിൻ്റെ ഏരിയ വിൽ ഗീവ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ. തിരിച്ചും മറിച്ചും. മനസ്സിലായോ? ആദ്യമേ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. യൂണിഫോം മോഷന്റെ കേസിൽ എന്തെല്ലാം വരച്ചു? വെലോസിറ്റി ടൈം ഗ്രാഫ് കൂടെ പറയണം, കൂടെ വരണം. ഗ്രാഫ് ഇത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. ഒന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ, ഫീൽ ചെയ്ത് പഠിച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, അപ്പോൾ യൂണിഫോം മോഷന്റെ കേസിൽ ഒന്നുകൂടെ എല്ലാ കുട്ടികളും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ഓൾ ഓഫ് ദി സ്റ്റുഡൻസ്, യൂണിഫോം മോഷന്റെ കേസിൽ 2 ഗ്രാഫ്. ഏതൊക്കെയാ? ഒന്ന് വെലോസിറ്റി ടൈം ഗ്രാഫും ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫും. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ കിട്ടും? എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ് കിട്ടും. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ കിട്ടും? സ്ലോപ്പ് കിട്ടും.
അതിൽ തന്നെ പോസിറ്റീവ് സ്ലോപ്പ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് അവേ ഫ്രം ദി ഒബ്സർവർ ആൻഡ് നെഗറ്റീവ് സ്ലോപ്പ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ്. ടൈം കൂടിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ പൊസിഷൻ കുറഞ്ഞ് എൻ്റെ അടുത്തോട്ടിരിക്കുന്നു. ശരിയല്ലേ? അപ്പം പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെ പോസിറ്റീവ് സ്ലോപ്പുമുണ്ട്, നെഗറ്റീവ് സ്ലോപ്പുമുണ്ട്. Positive slope if the object is moving away from the observer and negative slope if the object is moving towards the observer. Clear ആയല്ലോ? Similarly, VT ഗ്രാഫും വരച്ചു, XT ഗ്രാഫും വരച്ചു. Velocity time graph straight line parallel to the time axis ആണെന്ന് മനസ്സിലായി. പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു സ്ലോപ്പ് ആണ്. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, എന്തായാലും സ്ലോപ്പ് ആണ്. ശരിയല്ലേ? എങ്കിൽ ശ്രദ്ധിച്ചോണേ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എടുത്താൽ ഉണ്ടായ ചേഞ്ച് ഇൻ പൊസിഷനും കിട്ടി. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ ഉള്ള യൂണിഫോം കോൺസ്റ്റന്റ് വെലോസിറ്റിയും കിട്ടും. തിരിച്ചും മറിച്ചും വി ടി ഗ്രാഫ് ക്ലിയർ ആയോ? കൂടെ വന്നോ? യൂണിഫോം മോഷൻ വി ടി ഗ്രാഫ്, എക്സ് ടി ഗ്രാഫ്. വി ടി ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. XT graph slope. Positive slope, object moving away from the observer. Negative slope, object moving towards the observer. Clear? ഇനി VT ഗ്രാഫിൻ്റെ ഏരിയ എടുത്താൽ ചേഞ്ച് ഇൻ പൊസിഷൻ. XT ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി. തിരിച്ചും മറിച്ചും. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? യൂണിഫോം മോഷൻ എത്ര ഗ്രാഫ് ഉണ്ട്? 2 ഗ്രാഫ്. ഏതൊക്കെയാ? വെലോസിറ്റി ടൈം ഗ്രാഫും പൊസിഷൻ ടൈം ഗ്രാഫും. പെർഫെക്റ്റ് ആയേ? വെലോസിറ്റി ടൈം ഗ്രാഫും പൊസിഷൻ ടൈം ഗ്രാഫും. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ്. അയാളുടെ ഏരിയ എടുത്താൽ എന്ത് കിട്ടും? ചേഞ്ച് ഇൻ പൊസിഷൻ. ക്ലിയർ അല്ലേ? ഇനി പൊസിഷൻ ടൈം ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ്. Positive slope if the object is moving away from the observer and negative slope if the object is moving towards the observer. ഇനി ഏതായാലും taking the slope we will get the velocity of the body. നമുക്ക് എന്ത് കിട്ടും? ബോഡിയുടെ വെലോസിറ്റി കിട്ടും. ക്ലിയർ? യൂണിഫോം മോഷൻ ഇസ് ഓവർ. നമ്മൾ എന്തും കഴിഞ്ഞു? യൂണിഫോം മോഷൻ്റെ ഗ്രാഫും കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെ കഴിഞ്ഞു? എ ബോഡി അറ്റ് റെസ്റ്റ് കഴിഞ്ഞു, എ ബോഡി ഇൻ യൂണിഫോം മോഷൻ കഴിഞ്ഞു. വൺസ് മോർ റീകോൾ ചെയ്തേ, റെസ്റ്റിലിരുന്ന ബോഡിക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് മാത്രം, വിച്ച് ഈസ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. അവിടെ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. യൂണിഫോം മോഷൻ നടത്തുന്ന ബോഡിക്ക് 2 ഗ്രാഫുകൾ, വെലോസിറ്റി ടൈം ഗ്രാഫും പൊസിഷൻ ടൈം ഗ്രാഫും. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് എ സ്ലോപ്പ്. Positive slope if the object is moving away from the observer and negative slope if the object is moving towards the observer. Clear? ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എടുത്താൽ ചേഞ്ച് ഇൻ പൊസിഷൻ കിട്ടും. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി കിട്ടും. പെർഫെക്റ്റ്. ഫീൽ ചെയ്തല്ലോ? യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് പെർഫെക്റ്റ് ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ. ഓക്കെ, സോ യൂണിഫോം മോഷൻ്റെ ഗ്രാഫും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എങ്കിൽ നമുക്കിനി എങ്ങോട്ട് പോകാം? നോൺ യൂണിഫോം മോഷൻ. നമ്മൾ എങ്ങോട്ട് പോകാൻ പോവാണ്? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദി നോൺ യൂണിഫോം മോഷൻ. എങ്കിൽ നോൺ യൂണിഫോം മോഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇഫ് എ ബോഡി കവേഴ്സ് അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ആദ്യത്തെ 2 സെക്കൻഡിൽ 10 മീറ്റർ ദൂരം ട്രാവൽ ചെയ്ത എൻ്റെ ബോഡി അടുത്ത 2 സെക്കൻഡിൽ 10 മീറ്റർ ആണോ? 20 മീറ്റർ. നെക്സ്റ്റ് 2 സെക്കൻഡ്സിൽ 20 മീറ്റർ ആണോ? 30 മീറ്റർ. ശരിയല്ലേ? അപ്പോൾ ഫസ്റ്റ് 2 സെക്കൻഡ്സിൽ 10 മീറ്റർ, നെക്സ്റ്റ് 2 സെക്കൻഡ്സിൽ 20 മീറ്റർ, നെക്സ്റ്റ് 2 സെക്കൻഡ്സിൽ 30, 40, 50 അങ്ങനെ കൂടിക്കൊണ്ടേ പോവാം. അപ്പോൾ എൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമോ? വെലോസിറ്റി മാറും. ശരിയല്ലേ? അപ്പോൾ ആദ്യമേ പൊസിഷൻ മാറി, വെലോസിറ്റി കിട്ടി. കിട്ടിയ വെലോസിറ്റിയും കണ്ടിന്യൂസ്ലി മാറും. അപ്പോൾ പുതിയൊരാളെ കിട്ടിയായിരുന്നല്ലോ, ആക്സലറേഷൻ. ശരിയല്ലേ? അപ്പം നമുക്കിവിടെ ഏതൊക്കെ ഗ്രാഫ് പഠിക്കാൻ കാണും? നോൺ യൂണിഫോം മോഷൻ്റെ കേസിൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് പൊസിഷൻ ടൈം ഗ്രാഫ്. ഒന്നുകൂടെ, നോൺ യൂണിഫോം മോഷൻ്റെ കേസിൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, പിന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ഫൈനലി പൊസിഷൻ ടൈം ഗ്രാഫ്. വൺ ബൈ വൺ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. നമ്മൾ ആദ്യമേ നോക്കുന്നത് ഏതാണ്? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണ്. ഓക്കെ, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നമ്മൾ എങ്ങനെയാണ് കാണിക്കുക? AT. എന്തൊരു ഗ്രാഫ്? AT ഗ്രാഫ്. ശരിയല്ലേ? എങ്കിൽ
ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ ടൈം നേരത്തെ പോലെ തന്നെ എക്സ് ആക്സിസിലും വെച്ചു, ആക്സിലറേഷൻ വൈ ആക്സിസിലും വെച്ചു. ആക്സിലറേഷൻ വൈ ആക്സിസിലും വെച്ചു. ക്ലിയർ? എന്നിട്ട് ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. യെസ്, ആസ് ദ ടൈം പാസസ് വാട്ട് അബൌട്ട് ദ ആക്സിലറേഷൻ? പറഞ്ഞേ. നമുക്ക് പഠിക്കാനുള്ള നോൺ യൂണിഫോം മോഷൻ്റെ കേസിൽ ആക്സിലറേഷൻ എപ്പോഴും എന്തായിരിക്കും? എ റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. യെസ്, നമ്മുടെ ആക്സിലറേഷൻ എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. നമുക്ക് പഠിക്കാനുള്ള നോൺ യൂണിഫോം മോഷൻ്റെ കേസിൽ ആക്സിലറേഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ നമ്മൾ നോക്കാൻ തുടങ്ങിയപ്പോൾ കിട്ടിയ ആക്സിലറേഷൻ ഇത്രയുമാണെങ്കിൽ ത്രൂ ഔട്ട് ദ മോഷൻ ആക്സിലറേഷൻ സെയിം ആയിരിക്കും. ഗ്രാഫ് എന്തായിരിക്കും? യെസ്, ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. അപ്പോൾ എഴുതാം. വാട്ട് അബൌട്ട് ദ ഗ്രാഫ്? ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ നേരത്തെ പോലെ തന്നെ. ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. The graph is a straight line parallel to time axis. പ്രശ്നമല്ലോ ഉണ്ടോ? ഇല്ല. ക്ലിയർ ആണല്ലോ? എങ്കിൽ വൺസ് മോർ നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. The graph is a straight line parallel to the time axis. ഓക്കെ, എങ്കിൽ ടേക്കിംഗ് ഇറ്റ്സ് ഏരിയ, നമ്മൾ അയാളുടെ ഏരിയ ഒന്ന് എടുക്കാൻ പോവാം. ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദ ഗ്രാഫ്, ഗ്രാഫിൻ്റെ ഏരിയ എടുക്കാം. ഏരിയ എടുക്കാൻ വേണ്ടി ഒ എ, ഈ പോയിന്റിനെ ബി എന്നും ഇത് എക്സ് ആക്സിസിലോട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന പോയിന്റിനെ സി എന്നും വിളിച്ചു. സോ വാട്ട് ഈസ് ഏരിയ? ഏരിയ എന്ന് പറയുമ്പോൾ ദിസ് മച്ച് റീജിയൻ ഇസ് ദ ഏരിയ. ഇത്രയുമല്ലേ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഏരിയ കവേർഡ്. ഓക്കെ, സോ ഏരിയ എടുക്കാം. ടേക്കിംഗ് ദ ഏരിയ, ഏരിയ ഈസ് ഈക്വൽ ടു, വി വിൽ റൈറ്റ് ഹിയർ, ഏരിയ ഈസ് ഈക്വൽ ടു ഒ എ ഇൻറ്റു ഒ സി അല്ലേ? ഒ എ ആരാ? ആക്സിലറേഷൻ ഇൻറ്റു ടൈം ടി. ഒ സി ആരാ? ടൈം. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ? നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. ആക്സിലറേഷൻ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. എഴുതിയതല്ലേ നമ്മൾ? ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അപ്പോൾ എ ഇൻറ്റു ടി എന്ത് കിട്ടും? വി മൈനസ് യു, വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ velocity. Change in velocity of the body. So we will write the area of AT graph will give the change in velocity of the body. The change in velocity of the body. ശരിയല്ലേ? വൺസ് മോർ ഒന്നുകൂടെ വന്നേ, ഒന്നുകൂടെ കൂടെ പറഞ്ഞേ. വാട്ട് അബൌട്ട് ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. ആൻഡ് ഇറ്റ്സ് ഏരിയ, ഇമ്പോർട്ടൻറ്റ്, ദ ഏരിയ ഓഫ് ദി acceleration time graph will give the change in velocity of the body. The area of the acceleration time graph നമുക്ക് എന്ത് തന്നു? The change in velocity of the body. മനസ്സിലായോ? ടി ടൈം കൊണ്ട് എത്രമാത്രം വെലോസിറ്റി മാറി, വെലോസിറ്റി കൂടി കുറഞ്ഞു, എത്ര ചേഞ്ച് ഉണ്ടായി, ദാറ്റ് ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് എന്ത് തന്നു? യെസ്, ഏരിയ ഓഫ് ദി, എവിടെ നിന്ന് കിട്ടും നമുക്ക് ആ ചേഞ്ച് ഇൻ വെലോസിറ്റി? ഏരിയ ഓഫ് ദി ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ശരിയല്ലേ? അപ്പം നമ്മുടെ ബ്രെയിനിലോട്ട് അങ്ങ് ഫീഡ് ചെയ്തു. നോൺ യൂണിഫോം മോഷൻ, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരച്ചു. ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. ഗ്രാഫ് കിട്ടി. ആ ഗ്രാഫ് കവർ ചെയ്ത ഏരിയ എടുത്തു. ഏരിയ എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ചേഞ്ച് ഇൻ വെലോസിറ്റി. കൂടെ വന്നോ? കിട്ടിയോ? കോൺസെപ്റ്റ് കിട്ടിയോ? ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് മനസ്സിലായാൽ നമുക്ക് അടുത്തത് എങ്ങോട്ട് പോകാം? യെസ്, നോൺ യൂണിഫോം മോഷൻ്റെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിലോട്ട് പോകാം. നമുക്ക് എങ്ങോട്ട് പോകാം? വെലോസിറ്റി. ശരിയല്ലേ? സോ വാട്ട് അബൌട്ട് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്? വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്? ഒന്ന് പറഞ്ഞു തന്നെ. വാട്ട് അബൌട്ട് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ദ വെലോസിറ്റി ടൈം ഗ്രാഫ്, നമ്മൾ ആദ്യമേ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ? കൂടെ ഉണ്ടോ? നൗ വി ആർ ഗോയിങ് ടു ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, എൻ്റെ ബോഡിയുടെ വെലോസിറ്റി നോൺ യൂണിഫോം മോഷൻ്റെ കേസിൽ
കൂടി വരാം, കുറഞ്ഞു വരാം. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാം, വെലോസിറ്റി ഡിക്രീസ് ചെയ്യാം. ശരിയല്ലേ? അപ്പം വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓൺ വിച്ച് ആക്സിസ്? വെലോസിറ്റി ഓൺ y ആക്സിസ് എടുത്തു ആൻഡ് ടൈം ഓൺ x ആക്സിസ്. നമ്മൾ നോക്കാൻ തുടങ്ങിയ സമയത്ത് റെസ്റ്റിലിരുന്ന എൻ്റെ ബോഡിയാ. As the time passes, അയാളുടെ സ്പീഡ് 2 meter per second, 4 meter per second, 6 meter per second, 8 meter per second. Velocity increases and the graph is a straight line. Yes, the graph is a straight line. ശരിയല്ലേ? The graph is a straight line with എന്തൊരു സ്ലോപ്പ്? പോസിറ്റീവ് സ്ലോപ്പ്. ഇപ്പോൾ ആർക്ക്? വെലോസിറ്റി കൂടി വന്ന ബോഡിക്ക്. ദാറ്റ് ഈസ് ഫോർ ആക്സിലറേറ്റിംഗ് ബോഡി. എന്തൊരു ബോഡിക്ക്? ആക്സിലറേറ്റിംഗ് ബോഡിയുടെ കേസിൽ ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. ക്ലിയർ? ആക്സിലറേറ്റിംഗ് ബോഡിയുടെ കേസിൽ, വെലോസിറ്റി കൂടി വന്ന ബോഡിയുടെ കേസിൽ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ, നമ്മൾ വിത്ത് എന്ന് എഴുതിയില്ലല്ലോ. സോ ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. ശരിയല്ലേ? കറക്റ്റായിട്ട് എഴുതാം. യെസ്, ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പം ബോഡി സ്പീഡ് കൂട്ടി വന്നത് ആക്സലറേറ്റിംഗ് ബോഡിയാ. അപ്പം എന്ത് ചെയ്തു? ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് വെലോസിറ്റി കൂടി കൂടി വന്നു. ശരിയല്ലേ? എങ്കിൽ നമുക്കിനി ആരെയും കൂടെ നോക്കണം. ഡീസിലറേറ്റിംഗ് ബോഡി, റിച്ചാർഡിംഗ് ബോഡിയുടെ കാര്യം നോക്കണമല്ലോ. സോ വൺസ് മോർ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പോവാം. നമ്മൾ തുടങ്ങിയ സമയത്ത് 0 seconds ഹൈ സ്പീഡിൽ വന്നുകൊണ്ടിരുന്ന ബോഡിയാ. ശരിയല്ലേ? അയാൾ ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് വെലോസിറ്റി കുറച്ച് 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 ഫൈനലി കംസ് ടു റെസ്റ്റ്. ഫൈനലി ഇറ്റ് കംസ് ടു റെസ്റ്റ് എന്ന് വെച്ചാൽ ദ ഗ്രാഫ് ഈസ്, ഏത് ഗ്രാഫ്? ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ, ദ ഗ്രാഫ് ഈസ് എ, എങ്ങനെ പറയും? നൗ ടു ഇറ്റ് ഈസ് ഓൾസോ എ സ്ട്രെയിറ്റ് ലൈൻ. എൻ്റെ ഗ്രാഫ് എന്തൊരു ലൈൻ കിട്ടി? സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. വിത്ത് വിച്ച് സ്ലോപ്പ്? എ നെഗറ്റീവ് സ്ലോപ്പ്. വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. ശരിയല്ലേ? എങ്ങനെയുള്ള ബോഡിക്ക്? ഫോർ റിച്ചാർഡിംഗ്, ഫോർ റിച്ചാർഡിംഗ് ബോഡി. എൻ്റെ ബോഡിയുടെ സ്പീഡ് കുറഞ്ഞു വരുവാന്നുണ്ടെങ്കിൽ, അതിനെയല്ലേ നമ്മൾ റിച്ചാർഡേഷൻ എന്ന് പറയുന്നത്. എൻ്റെ ബോഡിയുടെ സ്പീഡ് കുറഞ്ഞു വരുവാന്നുണ്ടെങ്കിൽ ഗ്രാഫ് എന്തായിരിക്കും? നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ശരിയല്ലേ? വൺസ് മോർ മനസ്സിലായോ? നമ്മൾ എന്താ പറഞ്ഞേ? ബോഡി ആക്സിലറേറ്റും ചെയ്യാം, ബോഡി ഡീസിലറേറ്റും ചെയ്യാം. അപ്പം ആക്സിലറേറ്റിംഗ് ബോഡിക്ക് പോസിറ്റീവ് സ്ലോപ്പ്. ശരിയല്ലേ? അതല്ല, ഡീസിലറേറ്റിംഗ് ബോഡിക്ക്, റിച്ചാർഡിംഗ് ബോഡിക്ക് നെഗറ്റീവ് സ്ലോപ്പ്. ക്ലിയർ? മനസ്സിലായല്ലോ? ഓക്കെ. പക്ഷേ ഇപ്പം നമ്മൾ വരച്ചപ്പം ഫസ്റ്റ് ആക്സിലറേറ്റിംഗ് ബോഡി സ്റ്റാർട്ട് ചെയ്തത് റെസ്റ്റിൽ നിന്നായിരുന്നു. ഇനി ഡീസിലറേറ്റിംഗ് ബോഡി വന്ന് നിന്നത് റെസ്റ്റിലാണ്. ശരിയല്ലേ? എപ്പോഴും പക്ഷെ അങ്ങനെ വേണമെന്നുണ്ടോ? നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നു. ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് എന്ന് പറയണ്ട. എ ബോഡി ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 10 meter per second. It undergoes acceleration and becomes, its velocity becomes 50 meter per second. അപ്പോൾ എപ്പോഴും എൻ്റെ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കണം എന്നുണ്ടോ? ആക്സിലറേറ്റിംഗ് ബോഡിയുടെ കേസിൽ തന്നെ ഇനിഷ്യൽ വെലോസിറ്റി 0 തന്നെ ആയിരിക്കണം എന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഒന്നും കൂടെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. വൺസ് മോർ. ഇവിടെ നമ്മൾ ദാണ്ടേ വെലോസിറ്റി ഇവിടെ തന്നെ പ്ലോട്ട് ചെയ്യുവാണ്, ടൈം ഇങ്ങോട്ടും. എൻ്റെ ഗ്രാഫ് ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ദിസ് ഈസ് മൈ ഗ്രാഫ്. ദാറ്റ് ഈസ്, നമ്മൾ നോക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ബോഡിക്ക് ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. ടി ടൈം കൊണ്ട് അയാളുടെ വെലോസിറ്റി എത്രയായി മാറി? v ആയി മാറി. മനസ്സിലായല്ലോ? നോക്കാൻ തുടങ്ങിയപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി u ഉണ്ട്. ടി ടൈം കൊണ്ട് അയാളുടെ വെലോസിറ്റി എത്രയായി മാറി? v ആയി. ശരിയല്ലേ? ക്ലിയർ ആയോ? അപ്പോൾ ഇതാരുടെയാ? ഫോർ എ ബോഡി ഹാവിങ് ആൻ ഇനിഷ്യൽ വെലോസിറ്റി u, ഇറ്റ് ആക്സലറേറ്റ്സ് ഫോർ എ ടൈം t, ഇറ്റ്സ് വെലോസിറ്റി ബിക്കംസ് v. ക്ലിയർ ആയോ? നേരത്തെ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്? ബിക്കോസ് അവിടെ എന്തായിരുന്നു? യെസ്, ദ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്
എപ്പോഴും ബോഡി റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നിർബന്ധം വല്ലതും ഉണ്ടോ? എൻ്റെ ബോഡിക്ക് ഇപ്പോൾ ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടേ, അപ്പം ഞാൻ യു എടുത്ത് ടി ടൈം കൊണ്ടായാലും വെലോസിറ്റി വി ആയി മാറി. ശരിയല്ലേ? ക്ലിയർ? എങ്കിൽ ശ്രദ്ധിച്ചോണേ, വി ആർ ഗോയിങ് ടു ടേക്ക് അറ്റ് ഫസ്റ്റ് നമുക്ക് ആദ്യമേ സ്ലോപ്പ് എടുക്കാം. ഈ ഗ്രാഫിൻ്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്തായാലും സ്ലോപ്പ് അല്ലേ, സ്ലോപ്പ് എടുക്കാം. ഹൗ ടു ടേക്ക് സ്ലോപ്പ്? സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഹാവ് ടു ടേക്ക് ടാൻ തീറ്റ. എന്തെടുക്കണം? ടാൻ തീറ്റ എടുക്കണം. ടാൻ തീറ്റ എന്ന് വെച്ചാൽ വിച്ച് ഇസ് ടാൻ തീറ്റ? എടുക്കാം. ദിസ് ഇസ് അവർ തീറ്റ. ഇതല്ലേ തീറ്റ. അപ്പം ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് വിച്ച് ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ ടൈം. സോ വി മൈനസ് യു എന്ന് വെച്ചാൽ എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും അല്ലേ? അപ്പോൾ എനിക്ക് സ്ലോപ്പ് എന്ത് തന്നു എന്നർത്ഥം? ദ സ്ലോപ്പ് ഓഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് ദി ആക്സലറേഷൻ. ഡൗട്ട് ഇല്ലല്ലോ? സ്ലോപ്പ് എടുത്തു. ഓക്കെ, സ്ലോപ്പിന് ലെറ്റേഴ്സ് ഒക്കെ കൊടുക്കണോ? പിന്നെന്ത്, നമുക്ക് ലെറ്റേഴ്സ് ഒക്കെ കൊടുക്കാം. O, this is A, this is B, this point is C, this point is D. ഓക്കെ, കുട്ടിമുട്ടിയ പോയിന്റ് D ആണ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് നമുക്ക് എങ്ങനെ എടുക്കാം? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ബി സി എഴുതണോ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ വൺസ് മോർ എഴുതണോ? പിന്നെന്ത്? ബി സി ബൈ എ സി ആണ്. അപ്പം ബി സി ആരാ? വി മൈനസ് യു. ഒ മുതൽ വി വരെയും ഒ മുതൽ എ വരെയും. അപ്പം വി മൈനസ് യു കിട്ടും അല്ലേ? വി മൈനസ് യു ബൈ ടി ആണ്. അപ്പം സ്ലോപ്പ് എത്ര കിട്ടി? ആക്സലറേഷൻ. അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ആക്സലറേഷൻ കിട്ടി. ക്ലിയർ ആണല്ലോ? സിമിലർലി ഇതേ ഗ്രാഫിൻ്റെ എന്തെടുക്കാൻ പോവാം? നമ്മൾ ഏരിയ എടുക്കാൻ പോവാം. സോ ടേക്കിംഗ് ദി ഏരിയ. നമ്മൾ എന്തെടുത്തു? ടേക്കിംഗ് ദി ഏരിയ. ഏരിയ എടുക്കാം. വൺസ് മോർ വി ആർ ഗോയിങ് ടു ടേക്ക് ദി ഏരിയ. നമുക്ക് ഏരിയ എടുക്കാം. സോ ടേക്കിംഗ് ദി ഏരിയ. ഏരിയ എടുക്കാം. ഏരിയ എടുത്തു. ഓക്കെ, ഹൗ ടു ടേക്ക് ദ ഏരിയ ഓഫ് ദിസ് ഗ്രാഫ്? ഏരിയ എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻസ് എടുക്കണം. ഇത് മാത്രമേ ഉള്ളോ? ഇല്ല, താഴത്തെ പോർഷനും എടുക്കണം. അപ്പോൾ ഏരിയ നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്യാം. എത്ര പീസായിട്ട് കട്ട് ചെയ്യാം? കാട്ടെ. ഫസ്റ്റ് വൺ, area of the triangle, rectangle region ഉണ്ട്, triangle region ഉണ്ട്. അപ്പോൾ we will take area of, പിന്നെ ഇവിടെ പോയി, area of OACD plus area of triangle ABC. ശരിയാണല്ലോ? ടേക്കിംഗ് ദ ട്രയാങ്കിൾ ABC, ഓൾസോ ദ റെക്ടാങ്കിൾ OACD. അപ്പോൾ എത്ര കിട്ടും? ഫോർ OACD വി വിൽ റൈറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഗ്രാഫിൻ്റെ ഏരിയ കൊണ്ടൊന്ന് എടുത്ത് നോക്കാം. എന്തെടുക്കാം? ഏരിയ. സോ ടേക്കിംഗ് ദ ഏരിയ. നമ്മൾ എന്തെടുക്കാൻ പോവാ? ഏരിയ എടുക്കാൻ പോവാ. ഓക്കെ, ഏരിയ. സോ ഏരിയ എങ്ങനെ എടുക്കും? നമുക്ക് ഈ ഫുൾ ഗ്രാഫിനെ 2 പീസായിട്ട് അങ്ങ് മാറ്റാം. ഒന്ന് റെക്റ്റാങ്കുലാർ റീജിയൻ OACD ഉണ്ട്, ഒന്നൊരു ട്രയാങ്കുലാർ റീജിയൻ ABC ഉണ്ട്. ശരിയല്ലേ? റെക്റ്റാങ്കുലാർ റീജിയൻ OACD അയാളുടെ ഏരിയ എടുക്കാം, പിന്നെ ട്രയാങ്കുലാർ റീജിയൻ ABC അയാളുടെ ഏരിയ എടുക്കാം. അപ്പം നമ്മൾ എന്തെടുക്കുവാണ്? ഏരിയ ഓഫ് OACD നമ്മുടെ റെക്റ്റാങ്കുലാർ റീജിയൻ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഓക്കെ, അപ്പം നമ്മൾ ആ റെക്റ്റാങ്കുലാർ റീജിയൻ്റെ ഏരിയ എടുത്തു, പിന്നെ ട്രയാങ്കിളിൻ്റെ റീജിയൻ്റെ ഏരിയ എടുക്കുക. അപ്പം ഏരിയ ഈസ് ഈക്വൽ ടു, ഓക്കെ നമുക്ക് നോക്കാം. വാട്ട് ഈസ് റെക്റ്റാങ്കുലാർ റീജിയൻ? OA ഇൻറ്റു OD. മനസ്സിലായല്ലോ? പ്ലസ് ട്രയാങ്കിൾ എങ്ങനെ വരും? ഹാഫ് BH അല്ലേ? ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AC. ശരിയല്ലേ? ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AC. ക്ലിയർ? ഇനി OA ആരാ നോക്കിയേ? OA ഇസ് U. OD ആരാ? ഇൻറ്റു T പ്ലസ്
ഹാഫ് ഇൻറ്റു വാട്ട് ഈസ് ബി സി? ബി സി നമ്മുടെ വി മൈനസ് യു അല്ലേ, നമ്മൾ നേരത്തെ എഴുതിയല്ലോ. ബി സി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഇൻറ്റു എ സി എന്ന് വെച്ചാൽ ഓടിക്ക് പാരലൽ ടൈം ടി. സോ അടുത്ത സ്റ്റെപ്പിൽ യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വാട്ട് ഈസ് വി മൈനസ് യു? തൊട്ട് മുന്നേ നമ്മൾ എഴുതിയപ്പോൾ പറഞ്ഞായിരുന്നല്ലോ വാട്ട് ഈസ് വി മൈനസ് യു. നമ്മുടെ വി മൈനസ് യു എഴുതിയില്ലേ, അതാണ് ഇവിടാണ് എഴുതിയോ. വി മൈനസ് യു ബൈ ടി ഈസ് ഈക്വൽ ടു എ. അപ്പോൾ വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ടി എന്ന് എഴുതിക്കൂടെ. വി മൈനസ് യു ബൈ ടി ഈസ് ഈക്വൽ ടു എ കിട്ടി. അപ്പോൾ വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ടി ഇൻറ്റു ടി. സോ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. എന്ന് വെച്ചാൽ ആരാ? ഡിസ്പ്ലേസ്മെൻറ്റ്. എന്ന് വെച്ചാൽ ആരാ? ഡിസ്പ്ലേസ്മെൻറ്റ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിച്ചോണേ, വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചോണേ. അപ്പോൾ ആദ്യമേ വി ടി ഗ്രാഫിൽ നമ്മൾ എന്തെടുത്തു? സ്ലോപ്പ് എടുത്തു. പിന്നെ നമ്മൾ എന്തെടുത്തു? ഏരിയ എടുത്തു. അപ്പോൾ സ്ലോപ്പ് ഓഫ് ലാസ്റ്റ് നമുക്ക് എന്ത് മനസ്സിലായി? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് ദി ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ആൻഡ് ദ ഏരിയ ഓഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് the displacement. Very important, very important. Okay, the slope of the velocity time graph will give the acceleration of the body and area of the velocity time graph will give the displacement of the body. ഇങ്ങനെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ബോർഡ് എക്സാമിനൊക്കെ ഇതുപോലെ ഗ്രാഫിക്കലി പ്രൂവ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഇൻ നോൺ യൂണിഫോം മോഷൻ. Graphically prove the displacement of a body in non-uniform motion. എങ്ങനെ എഴുതും? ഈ ഗ്രാഫ് ആദ്യമേ വരയ്ക്കണം, ടേക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞ് ഇത്രയും എഴുതണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? സ്ലോപ്പ് എടുത്താൽ ആക്സിലറേഷനും, ഏരിയ എടുത്താൽ ഇതെന്തായിരുന്നു? ഏരിയ. ഏരിയ എടുത്താൽ നമുക്ക് എന്തും കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടും. സോ സ്ലോപ്പ് ഓഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗിവ് ദി ആക്സിലറേഷൻ ഓഫ് ദ ബോഡി and area of the velocity time graph will give the displacement of the body. Clear? Important, important, important. മനസ്സിലായോ? അപ്പം നമ്മൾ നോൺ യൂണിഫോം മോഷൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് കഴിഞ്ഞു, വെലോസിറ്റി ടൈം ഗ്രാഫ് കഴിഞ്ഞു. കൂടുണ്ടോ? എണീറ്റ് പോവരുത്, പഠിക്കണം. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ് whose area will give the change in velocity. അല്ലേ, നമ്മൾ എഴുതിയില്ലേ? ഏരിയ വി മൈനസ് യു. എന്ത് കിട്ടി? ആക്സിലറേഷൻ കിട്ടി. വി മൈനസ് യു കിട്ടി, ആക്സിലറേഷൻ്റെ ഏരിയ എടുത്തപ്പോൾ വി മൈനസ് യു കിട്ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടി. ശരിയല്ലേ? ഇനി അടുത്തതോ, വാട്ട് അബൌട്ട് ദി വെലോസിറ്റി ടൈം ഗ്രാഫ്? സ്ലോപ്പാണ്. പോസിറ്റീവ് സ്ലോപ്പ് ആക്സിലറേറ്റിംഗ് ബോഡിക്കും, നെഗറ്റീവ് സ്ലോപ്പ് റിട്ടാർഡിംഗ് ബോഡിക്കും. എന്തായാലും സ്ലോപ്പ് എടുത്താൽ ആക്സിലറേഷനും കിട്ടും, ആ സ്ലോപ്പിൻ്റെ ഏരിയ കവേർഡ് എടുത്താൽ ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടും. വി ടി ഗ്രാഫ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ലോപ്പാണ്, സ്ലോപ്പിൻ്റെ ഏരിയ എടുത്താൽ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ലോപ്പ് എടുത്താൽ യെസ് ആക്സിലറേഷൻ. ചുരുക്കി പറഞ്ഞാൽ ഫുൾ നോൺ യൂണിഫോം മോഷനും എവിടെ ഉണ്ട്? നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. പോയിന്റ് എടുത്ത് നോക്കൂ, വെലോസിറ്റി കിട്ടും. ഏരിയ എടുത്ത് നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് കവേർഡ് കിട്ടും. സ്ലോപ്പ് എടുത്ത് നോക്കൂ, വാട്ട് ഈസ് ദ ആക്സലറേഷൻ വിത്ത് വിച്ച് ദ ബോഡി ഈസ് മൂവിങ്, അതും കിട്ടും. ക്ലിയർ ആയോ? ഡൗട്ട്? നോ. മനസ്സിലായല്ലോ? പ്രാക്ടീസ് ചെയ്യുമല്ലോ? വെരി ഗുഡ്. അപ്പം നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫും കഴിഞ്ഞു. ഇനി എന്തുണ്ട്? യെസ്, ദർ ഈസ് പൊസിഷൻ ടൈം ഗ്രാഫ്, ദ ലാസ്റ്റ് വൺ. നോൺ യൂണിഫോം മോഷൻ്റെ കേസിൽ ഇനി നമുക്ക് എന്തുകൊണ്ടുണ്ട്? പൊസിഷൻ ടൈം ഗ്രാഫ്. അങ്ങോട്ട് പോകാം. യെസ്, വി ആർ ഗോയിങ് ടു ദി പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, അപ്പം പൊസിഷൻ ടൈം ഗ്രാഫ് എടുക്കണമെങ്കിൽ ഗ്രാഫ് എങ്ങനെ ഇരിക്കും എന്ന് അറിയണം, റിലേഷൻ അറിയണം. സോ തൊട്ട് മുന്നേ നമ്മൾ എഴുതി ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ്, കേട്ടോണേ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണെന്ന് നമ്മൾ തൊട്ട് മുന്നേ എഴുതി അല്ലേ. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി ഈസ് S is equal to ut plus half at square ആണ്. ശരിയല്ലേ? അതിൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ ചേഞ്ച് ഇൻ പൊസിഷൻ തരുന്നത്. അപ്പോൾ യു ടി പാർട്ടുമുണ്ട്, ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന പാർട്ടുമുണ്ട്. ഏതൊക്കെ പാർട്ടുണ്ട്? യു ടിയുമുണ്ട്, ഹാഫ് എ ടി സ്ക്വയറുമുണ്ട്. അതിൽ ആക്സിലറേഷൻ ഉള്ള
നോൺ യൂണിഫോം പാർട്ട് ഏതാ? ഉറപ്പായിട്ടും ആക്സിലറേഷനുള്ള പാർട്ട് ഇതാണ്, ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉണ്ടെങ്കിലും യു ടി അല്ല നമ്മൾ എടുക്കുന്നത്, ആക്സിലറേഷനുള്ള പാർട്ട് ഹാഫ് എ ടി സ്ക്വയർ. അതെടുക്കാമെങ്കിൽ ഇക്വേഷൻ്റെ ഇങ്ങനെ വരും, ഹാഫ് എ ടി സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ ഹാഫും കോൺസ്റ്റൻറ്റ്, എയും കോൺസ്റ്റൻറ്റ്. നമുക്ക് എന്ത് പറയാം? എസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ. ഓക്കെ, അപ്പം നമ്മുടെ റിലേഷൻ നമ്മൾ ഒന്നും കൂടെ എഴുതി കാണിക്കണം. എസ് ഇസ് ഈക്വൽ ടു, വിച്ച് ഇസ് ദ റിലേഷൻ? നമ്മുടെ റിലേഷൻ എങ്ങനെയാണ്? എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന പോർഷൻ എടുക്കണം. ഇത്തിരി വലുതായി പോയല്ലോ, നമുക്ക് ഇറേസ് ചെയ്യാം. സോ നമ്മൾ എന്താ പറഞ്ഞത്? എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? എസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ. കണ്ടോ? എസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഒരു ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റിയുടെ സ്ക്വയറുമായിട്ട് പ്രൊപ്പോർഷണലാണ്. എന്നിട്ട് നമ്മൾ അവർ എക്സ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്താൽ ഗ്രാഫ് എന്തായിരിക്കും? പരാബോള. ഗ്രാഫ് എന്തായിരിക്കും? പരാബോള. ഗ്രാഫ് വിൽ ബി എ പരാബോള. ഇതാര് പറഞ്ഞെന്ന്? മാത്സിൽ പറയുന്നതാണ്. എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ സ്ക്വയറോ വൈ പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയറോ വന്നാൽ ഗ്രാഫ് എന്തായിരിക്കും? പരാബോളിക് പാത്തായിരിക്കും. അപ്പം ഗ്രാഫ് എന്ത് വന്നു? പരാബോള. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഗ്രാഫ് പരാബോളയാണ്. നമ്മുടെ ഗ്രാഫ് എന്ത് കിട്ടി? പരാബോള. എന്തുകൊണ്ടാ? എസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ, ഗ്രാഫ് വിൽ ബി പരാബോള. എങ്കിൽ നമ്മൾ എക്സ് ടി വരയ്ക്കാൻ പോവാം. പരാബോള എന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ഞാൻ ആദ്യമേ ഒരു പരാബോള വരച്ച് തരട്ടെ. ഇതെൻ്റെ ഒരു പരാബോള. ഞാൻ ഒന്നും കൂടെ പരാബോള വരയ്ക്കട്ടെ. ഇതാണ്ടെ, ഇതെൻ്റെ മറ്റൊരു പരാബോള. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടെ പരാബോള വരയ്ക്കാം. എക്സ് ടി ഗ്രാഫ് ഇരിക്കട്ടെ അല്ലേ? പരാബോള എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പരാബോള എടുക്കാം. മറ്റൊരു പരാബോള ഇങ്ങനെ. ആൻഡ് അടുത്തത് എടുക്കട്ടെ. അടുത്ത പരാബോള ഇങ്ങനെ. കണ്ടോ? അപ്പം നമ്മൾ 4 പരാബോള ഇങ്ങോട്ട് വരച്ചു. എത്ര പരാബോള വരച്ചു? 4 എണ്ണം. എങ്കിൽ ശ്രദ്ധിച്ചോണേ. അപ്പോൾ ആദ്യത്തേത് ഏതാ? ഇത് രണ്ടും. ഓക്കെ, രണ്ടാമത്തേത് ഏതാ? ഇതും. ഇതിലേത് പരാബോളയാണ് നമുക്കിഷ്ടപ്പെട്ടത്? വിച്ച് ഇസ് ദ പരാബോള ഫോർ അവർ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് നോൺ യൂണിഫോം മോഷൻ? നമ്മുടെ നോൺ യൂണിഫോം മോഷൻ്റെ പരാബോള ഏതാ? പറയാമോ? ഏതാ നമ്മുടെ പരാബോള? ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതിയോ? എ ബി സി ഡി 4 ഓപ്ഷൻസ് ആണോ തന്നേക്കുന്നത്? നോ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്? നമുക്കാരോടും ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. നമ്മൾ ആരെയും മാറ്റി നിർത്തില്ല. ദ 4 പരാബോള ആർ അവർ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് നോൺ യൂണിഫോം മോഷൻ. ഈ 4 എണ്ണവും 4 ഡിഫറെൻറ്റ് കേസിലെ എന്താണ്? യെസ്, പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പം നമുക്ക് നോക്കണം എന്തൊക്കെയാണെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ ഇങ്ങനെ വരച്ച്, ഈ ഗ്രാഫിൻ്റെ സ്പെഷ്യാലിറ്റി, ഈ ഗ്രാഫ് തുടങ്ങുന്നത് എൻ്റെ അടുത്തുനിന്നാണ്. ശരിയല്ലേ? പക്ഷെ ടൈം മാറുന്നതനുസരിച്ച് എൻ്റെ അടുത്തുനിന്ന് ദൂരോട്ട് പോവാം. അപ്പോൾ ഇയാളാരാ? മൂവിങ് എവേയാണ്. വാട്ട് അബൌട്ട് ദിസ്? ഇയാളും എൻ്റെ അടുത്തുനിന്നാണ് തുടങ്ങിയത്. എൻ്റെ അടുത്തുനിന്ന് ദൂരോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് വണ്ണും മൂവിങ് എവേയാണ്. ശരിയല്ലേ? സെക്കൻഡ് വണ്ണും മൂവിങ് എവേയാണ്. അപ്പം ആദ്യത്തെ 2 എണ്ണം മൂവിങ് എവേയാണ്. മനസ്സിലായി? ശരിയല്ലേ? ക്ലിയർ? എങ്കിൽ അടുത്ത 2 എണ്ണം നോക്കാം. തുടങ്ങിയപ്പോൾ ദൂരേന്ന് തുടങ്ങി. ടൈം പാസ് ചെയ്ത് പോയപ്പോൾ എൻ്റെ അടുത്തോട്ട് വരുവാം. ഇയാളും തുടങ്ങിയപ്പോൾ ദൂരേന്ന് തുടങ്ങി. ശരിയല്ലേ? ടൈം പാസ് ചെയ്തപ്പോൾ എൻ്റെ അടുത്തോട്ട് വരിക. അപ്പോൾ ഇയാളും എന്ത് തന്നെ പറയാം? യെസ്, രണ്ടുപേരും മൂവിങ് ടുവേർഡ്സ് ആണ്. ഇദ്ദേഹവും എൻ്റെ അടുത്തോട്ട് വരുവാണ്, ഇയാളും എൻ്റെ അടുത്തോട്ട് വരുവാണ്. മൂവിങ് ടുവേർഡ്സ്, മൂവിങ് ടുവേർഡ്സ് ആണ്. ശരിയല്ലേ? അപ്പം തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ആദ്യത്തെ 2 എണ്ണം മൂവിങ് എവേ ആണ്, അടുത്ത 2 എണ്ണം മൂവിങ് ടുവേർഡ്സ് ആണ്. ഇത്രയും ഡൗട്ടില്ലല്ലോ. എങ്കിൽ ആദ്യത്തെ 2 എണ്ണത്തിൽ മൂവിങ് എവേയിലുള്ള വ്യത്യാസം എന്താ? 2 മൂവിങ് എവേ അല്ലേ? ഫസ്റ്റ് വൺ ആസ് ദ ടൈം പാസസ്, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നോക്കിയേ.
ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് ഇയാൾ ട്രാവൽ ചെയ്ത് പോകുന്ന ഡിസ്റ്റൻസ് എങ്ങനെയാ? കൂടി കൂടി വരുന്നോ കുറഞ്ഞു കുറഞ്ഞു വരുന്നോ? ആദ്യത്തെ 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത x1ഉം അടുത്ത 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത x2ഉം അടുത്ത 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത x3 പറഞ്ഞേ. ആസ് ദ ടൈം പാസസ് ഡിസ്റ്റൻസ് ഇൻക്രീസസ്. ശരിയല്ലേ? ടൈം കൂടുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് കൂടും. ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കൂടണമെങ്കിൽ സ്പീഡ് കൂടണം. സ്പീഡ് കൂടണമെങ്കിൽ ആക്സലറേഷൻ ആയിരിക്കണം. അപ്പം ഫസ്റ്റ് വൺ ഈസ് the object moving away from the observer, the object moving away from the observer with acceleration. With acceleration. മനസ്സിലായോ? മനസ്സിലായോ? എങ്കിൽ അടുത്ത നോക്കിയേ. 0 to 1 second, 2 second, 3 second. 0 മുതൽ 1 സെക്കൻഡ് വരെ ഇയാൾ x1 ദൂരം ഇത്രയും ട്രാവൽ ചെയ്തു. പക്ഷെ 1 to 2 ആയപ്പോഴോ ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് x2 നോക്കിയേ. 2 to 3 സെക്കൻഡ്സ് ആയപ്പോഴോ ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് x3 നോക്കിയേ. വാട്ട് ഹാപ്പൻസ് ടു ദ ഡിസ്റ്റൻസ്? ഡിക്രീസസ്. ടൈം കൂടി പക്ഷെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഡിസ്റ്റൻസ് കുറയണമെങ്കിൽ സ്പീഡ് കുറയണം. എൻ്റെ കൂടെ പറയുന്നുണ്ടല്ലോ, സ്പീഡ് കുറയുവാണെങ്കിൽ ആക്സലറേഷൻ ആണോ റിറ്റാർഡേഷൻ ആണോ? പറഞ്ഞോ. ദ ബോഡി ഈസ് റിറ്റാർഡിങ്. ദ ബോഡി ഈസ് മൂവിങ് അവേ ഫ്രം ദ ഒബ്സർവർ വിത്ത് റിറ്റാർഡേഷൻ. വിത്ത് റിറ്റാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ. ക്ലിയർ ആയോ? അപ്പം ആദ്യത്തെ 2 ഗ്രാഫിൽ ആദ്യത്തെ ആള് മൂവിങ് എവേ വിത്ത് ആക്സിലറേഷനും രണ്ടാമത്തെ ആള് മൂവിങ് എവേ വിത്ത് റിറ്റാർഡേഷനും. ക്ലിയർ? മനസ്സിലാക്കണം. ശരിയല്ലേ? അടുത്തത് നോക്കാം നമുക്ക്. ഇനി നെക്സ്റ്റ് 2 ഗ്രാഫും മൂവിങ് ടുവേർഡ്സ് ആണ്. അപ്പം നമുക്ക് നോക്കാം, ആക്സിലറേഷൻ ആണോ റിറ്റാർഡേഷൻ ആണോ? ടൈം ഇട്ടാൽ മതി. 1 2 3 സെക്കൻഡ്സ്. 0 to 1 സെക്കൻഡിൽ ഇയാൾ ഇത്രയും ദൂരമാണ് ട്രാവൽ ചെയ്തത്. ഇവിടെ തുടക്കത്തിൽ ഇവിടെ ആയിരുന്നു x1 പൊസിഷൻ. ശരിയല്ലേ? 1 to 2 സെക്കൻഡ്സിൽ ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് x2 കണ്ടോ. 2 to 3 സെക്കൻഡ്സിൽ ഇയാൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് x3. ടൈം കൂടുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് കൂടി കൂടി വന്നു. ടൈം കൂടുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് കൂടി കൂടി വന്നു. ഡിസ്റ്റൻസ് കൂടണമെങ്കിൽ സ്പീഡ് കൂടണം. സ്പീഡ് കൂടണമെങ്കിൽ ബോഡി ആക്സലറേഷൻ ആയിരിക്കണോ റിറ്റാർഡേഷൻ ആയിരിക്കണോ? കൂടെ പറ. ആക്സലറേഷൻ. ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ഒബ്സർവർ വിത്ത് ആക്സലറേഷൻ. വിത്ത് ആക്സലറേഷൻ. ക്ലിയർ ആയോ? ഓക്കെ. എങ്കിൽ അടുത്തത് പറഞ്ഞേ. 0. ഇനിയിപ്പോൾ എന്തായിരിക്കും നമുക്കറിയാം. 1 2 3. 0 to 1 ഒറ്റയടിക്ക് ഇങ്ങ് പോകുന്നു. കണ്ടോ? ഇവിടെ ഇരുന്ന ആളാ x1 ഇത്രയും കവർ ചെയ്ത്. 1 to 2 x2 ഇത്രയുവാ. 2 to 3 x3. ടൈം പാസ്. ഇവിടെ ഇരുന്ന ആള് ആദ്യം x1 വന്നപ്പോൾ ഇവിടെയും x2 വന്നപ്പോൾ ഇവിടെയും x3 വന്നപ്പോൾ ഇവിടെയും. വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്? പറഞ്ഞോ. യെസ്, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിക്രീസസ്. സ്പീഡ് ഡിക്രീസസ്. ദ ബോഡി ഈസ് റിറ്റാർഡിങ്. ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ഒബ്സർവർ വിത്ത് റിറ്റാർഡേഷൻ. കണ്ടോ? വിത്ത് റിറ്റാർഡേഷൻ. പറഞ്ഞ് മനസ്സിലായോ? അപ്പം 4 ഡിഫറെൻറ്റ് കേസിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മുടെ ഈ 4 എണ്ണം. ക്ലിയർ ആയോ? അപ്പം ആദ്യമേ ഒബ്ജക്റ്റിൻ്റെ അടുത്തുനിന്ന് തുടങ്ങിയാൽ ദൂരോട്ട് പോയി, മൂവിങ് അവേ. ഇവിടെയും ഒബ്ജക്റ്റിൻ്റെ അടുത്തുനിന്ന് തുടങ്ങിയാൽ ദൂരോട്ട് പോയി. ശരിയല്ലേ? എങ്കിൽ ഒരാൾ ആക്സിലറേഷനും ഒരാൾ റിറ്റാർഡേഷനും. അതെങ്ങനെ മനസ്സിലാവും? അടുത്തുനിന്ന് തുടങ്ങിയാൽ ദൂരോട്ട് പോകാമെന്ന് മനസ്സിലായി. പക്ഷെ ഒരാൾ ആക്സിലറേറ്റിങ്ങുമോ ഒരാൾ റിറ്റാർഡിങ്ങോ അതെങ്ങനെ മനസ്സിലാവും? സിമ്പിൾ വേ. ഇങ്ങനെ x1ഉം x2ഉം x3 ഒക്കെ എപ്പോഴും ഇട്ട് കൊടുക്കാൻ നമുക്ക് വയ്യ. ശരിയല്ലേ? അപ്പോൾ ഒരു സിമ്പിൾ വേ പറഞ്ഞു തരട്ടെ. പിന്നെന്താ പറഞ്ഞു തരാം. നമുക്ക് മറ്റൊരു കളറിൽ എടുത്ത് ടാൻജൻ്റ് ഒന്ന് വരയ്ക്കാം. നോക്കണേ. സോ ഞാൻ തുടക്കത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ടാൻജൻ്റ് എടുത്തു. ഇതല്ലേ സ്റ്റാർട്ടിംഗ്? കാണാവോ? യെസ്. ആൻഡ് എൻഡിങ് പോയിന്റിലെ ടാൻജൻ്റ് എടുത്തു. കളർ അത്ര പോരാ, നമുക്ക് വേറൊരു കളർ എടുക്കാം. യെസ്, ബ്ലൂ കളർ എടുക്കാം. സോ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ടാൻജൻ്റ് ഇതാണ്, എൻഡിങ് പോയിന്റിലെ ടാൻജൻ്റ് ഇതാണ്. ശരിയല്ലേ? അപ്പോൾ ഹൊറിസോണ്ടലായിട്ടിരുന്ന ടാൻജൻ്റ് ഒന്ന് എടുത്തു നോക്കണേ. ഹൊറിസോണ്ടലായിട്ടിരുന്ന ടാൻജൻ്റ് വെർട്ടിക്കലായിട്ട് മാറുക. ശരിയല്ലേ? അപ്പം എന്ത് പറയുവാണ്? സ്റ്റാർട്ടിങ്ങിലെ ഹൊറിസോണ്ടൽ ടാൻജൻ്റ് വെർട്ടിക്കലായാൽ ബോഡി ആക്സലറേഷൻ ആയിരിക്കും.
ബോഡി ഈസ് ആക്സിലറേറ്റിംഗ്. മനസ്സിലായോ? അതല്ല, അടുത്തതിൻ്റെ നോക്കിയേ, വെർട്ടിക്കലായിട്ടിരുന്ന ടാൻജൻറ്റ് ഹൊറിസോണ്ടലായി മാറുക. കണ്ടോ? വെർട്ടിക്കലായിട്ടിരുന്ന ടാൻജൻറ്റ് ഹൊറിസോണ്ടലായി മാറുക. തിരിച്ച് വെർട്ടിക്കൽ ടാൻജൻറ്റ് എന്തായി മാറി? ഹൊറിസോണ്ടൽ ആയാൽ. കൂടെ വരണേ, സിമ്പിൾ വേ പറഞ്ഞു തരുക. ബോഡി ഈസ് റിറ്റാർഡിങ്. ബോഡി എന്തായിരിക്കും? ഉറപ്പായിട്ടും റിറ്റാർഡിങ് ആയിരിക്കും. ക്ലൂ, സിമ്പിൾ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ x1ഉം x2ഉം x3 ഒക്കെ എടുക്കാൻ വയ്യ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ടാൻജൻറ്റ് ഇട്ടാൽ മതി. സ്റ്റാർട്ടിങ്ങിലെ ടാൻജൻറ്റ് എൻഡിങ്ങിലോട്ട് വരുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ വെർട്ടിക്കൽ ആവുകയാണെങ്കിൽ ആക്സലറേഷൻ ആയിരിക്കും. അതല്ല, വെർട്ടിക്കൽ ലൈൻ ഹൊറിസോണ്ടൽ ആയാൽ റിറ്റാർഡേഷൻ. ദേ അപ്പുറത്ത് നോക്ക്, നമുക്ക് എല്ലായിടും നോക്കാം. ഇവിടെ നോക്കിയാൽ സ്റ്റാർട്ടിങ്ങിലെ ടാൻജൻറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. അങ്ങനെ തന്നെയാണോ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റിലേഷൻ? നമുക്ക് നോക്കാം. ദാറ്റ് ഈസ്, ഇവിടെ സ്റ്റാർട്ടിങ്ങിലെ ടാൻജൻറ്റ് ഇങ്ങനായിരുന്നു, ശരിയല്ലേ? അതിങ്ങോട്ട് വന്നപ്പോൾ കുറേയും കൂടെ വെർട്ടിക്കലായി മാറി. കണ്ടോ? ഏകദേശം ഹൊറിസോണ്ടലിൽ നിന്ന്, പ്യൂർ ഹൊറിസോണ്ടൽ അല്ല എങ്കിൽ പോലും ഹൊറിസോണ്ടലിലോട്ട് നിന്ന ആള് ചരിഞ്ഞ് പിന്നെയും വെർട്ടിക്കലായി. അപ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? ആക്സലറേഷൻ. ഇനി അടുത്തത് നോക്കിയേ, വെർട്ടിക്കലായിട്ടിരുന്ന ആള് എങ്ങോട്ട് പോവാ? ഹൊറിസോണ്ടൽ. ഷുവർ, റിറ്റാർഡേഷൻ. ശരിയല്ലേ? അപ്പോൾ എളുപ്പം നമുക്ക് എൻട്രൻസ് വ്യൂവിലൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഗ്രാഫിക്കലി ചെയ്യുമ്പോൾ ഇങ്ങനെ x1ഉം x2ഉം x3 എല്ലാം കൂടി ഇട്ടങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം നമ്മൾ നോക്കണം, അടുത്തുനിന്ന്, ഒറിജിൻ്റെ അടുത്തുനിന്ന് തുടങ്ങിയാൽ, എൻ്റെ അടുത്തുനിന്ന് തുടങ്ങിയാൽ, ഇനി ദൂരോട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ഒറിജിൻ്റെ അടുത്തുനിന്ന് തുടങ്ങിയാൽ മൂവിങ് എവേ, അടുത്തുനിന്ന് തുടങ്ങി മൂവിങ് എവേ. അടുത്ത സ്റ്റെപ്പിൽ ടാൻജൻറ്റ് നോക്കണം. സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും ടാൻജൻറ്റ് നോക്കണം. ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് വെർട്ടിക്കൽ ആയാൽ ആക്സലറേഷൻ, വെർട്ടിക്കൽ ടാൻജൻറ്റ് ഹൊറിസോണ്ടൽ ആയാൽ റിറ്റാർഡേഷൻ. ഓക്കെ, അപ്പുറത്ത് നോക്കാം. നെക്സ്റ്റ് 2 ഗ്രാഫ്സ്, ഓൾ ഓഫ് ദ 4 ഗ്രാഫ്സ് ആർ പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പം നെക്സ്റ്റ് 2 ഗ്രാഫ് നോക്കാം, 3rd ഉം 4th ഉം. യെസ്, ദൂരേന്ന് തുടങ്ങി, അപ്പോൾ ഇനി എൻ്റെ അടുത്തോട്ടല്ലേ വരാൻ പറ്റുള്ളൂ? മൂവിങ് ടുവേർഡ്സ്. ദൂരേന്ന് തുടങ്ങി, എൻ്റെ അടുത്തോട്ടല്ലേ വരാൻ പറ്റുള്ളൂ? മൂവിങ് ടുവേർഡ്സ്. ശരിയല്ലേ? ആൻഡ് ഇവിടെ ഏകദേശം ഹൊറിസോണ്ടലിലോട്ടൊക്കെ ഇരുന്ന ആള് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും പ്യൂർ വെർട്ടിക്കലായി, ആക്സലറേഷൻ. വെർട്ടിക്കലായിട്ടിരുന്ന ടാൻജൻറ്റ് ഹൊറിസോണ്ടലായി, റിറ്റാർഡേഷൻ. ക്ലിയർ? അപ്പം നമ്മൾ 4 എണ്ണം പഠിച്ചു. ഏതൊക്കെയാ? പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് നോൺ യൂണിഫോം മോഷൻ ഇസ് പാരാബോള. എന്തുകൊണ്ട് പാരാബോള വന്നു? അത് റിലേഷൻ എഴുതി, S is proportional to t². അതുകൊണ്ട്. ശരിയല്ലേ? എങ്കിൽ object moving away with acceleration, object moving away with the retardation, object moving towards with acceleration, object moving towards with the retardation. 4th one, object moving towards with the retardation. അങ്ങനെ 4 ഡിഫറെൻ്റ് പാരാബോളാസ് എന്താണ്? നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് നോൺ യൂണിഫോം മോഷൻ ആണ്. ക്ലിയർ? ഓക്കെ, അങ്ങനെ വി ഹാവ് കംപ്ലീറ്റഡ് ദ ഗ്രാഫ്. ഒത്തിരി ഉണ്ടായിരുന്നല്ലേ? പേടിച്ചു പോയോ? പേടിക്കേണ്ട, സിമ്പിൾ. വി ഹാവ് കംപ്ലീറ്റഡ് ദ ഗ്രാഫ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ എന്തൊക്കെ വന്നു മനസ്സിലായോ? ദ ഫസ്റ്റ് വൺ വാസ് ദ ബോഡി അറ്റ് റെസ്റ്റ്, then a body in uniform motion, then a body in non-uniform motion. ഒന്ന് റീകളക്ട് ചെയ്തേ. യെസ്, റെസ്റ്റിലിരുന്ന ആളിന് പൊസിഷൻ മാത്രമേ ഉള്ളൂ, അത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. യൂണിഫോം മോഷൻ ആടെ പൊസിഷൻ മാറും, വെലോസിറ്റി കിട്ടും, പക്ഷെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ് and position time graph is a slope, positive slope if the object is moving away from the observer and negative slope if the object is moving towards the observer. ശരിയല്ലേ? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉണ്ടായിരുന്നല്ലോ. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എടുത്താൽ ചേഞ്ച് ഇൻ പൊസിഷൻ കിട്ടും, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റിയും കിട്ടും. ശരിയല്ലേ? റിലേറ്റഡാ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണം. ശരിയല്ലേ? നെക്സ്റ്റ് നോൺ യൂണിഫോം മോഷൻ. അത് ഇത്രയും ലെങ്തി ആയിട്ട് നമ്മൾ പഠിച്ചത്. ശരിയല്ലേ? നോൺ യൂണിഫോം മോഷനകത്ത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഉണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നമുക്ക് ഗ്രാഫ് നോക്കി പറയാം അല്ലേ? ഒന്നുകൂടെ ഒന്ന് ഓർക്കാൻ. ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്.
അയാളുടെ ഏരിയ എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ബ്രെയിനിൽ ഫീഡ് ചെയ്തോണം. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ എടുത്താൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. എങ്കിൽ വെലോസിറ്റി നോക്കി, അപ്പോൾ എനിക്ക് പോസിറ്റീവ് സ്ലോപ്പും കിട്ടുന്നുണ്ട്, നെഗറ്റീവ് സ്ലോപ്പും. പോസിറ്റീവ് സ്ലോപ്പ് എപ്പോഴാ? വെൻ ദ ബോഡി ഈസ് ആക്സിലറേറ്റിംഗ്, വെലോസിറ്റി കൂടി കൂടി വരണം. ആൻഡ് നെഗറ്റീവ് സ്ലോപ്പ് എപ്പോഴാ? വെൻ ദ ബോഡി ഈസ് റിട്ടാർഡിംഗ്, വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരണം. എന്തായാലും ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ എനിക്ക് ആക്സിലറേഷൻ കിട്ടും, ഗ്രാഫിൻ്റെ ഏരിയ എടുത്താൽ എനിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ അത് കാണിക്കാൻ വേണ്ടി ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉള്ള മോഷൻ കൺസിഡർ ചെയ്തു, u/v. ഓക്കെ, എല്ലാ ഇക്വേഷൻസ് കംപ്ലീറ്റ് ഫോമിൽ കിട്ടാൻ വേണ്ടി. ക്ലിയർ? ദെൻ പൊസിഷൻ ടൈം ഗ്രാഫ്. വാട്ട് ഈസ് ദ റിലേഷൻ? s is proportional to t². അപ്പോൾ ഗ്രാഫ് എന്ത് കിട്ടും? പരാബോള. ഇത് നമ്മളൊരു ക്ലൂ എഴുതി വെച്ചേക്കുക, ശരിയല്ലേ? നമുക്ക് പിന്നീട് നോക്കാൻ വേണ്ടി ക്ലൂ. അപ്പം ഗ്രാഫ് പരാബോള, 4 ഡിഫറെൻറ്റ് പരാബോള, അടുത്തുനിന്ന് തുടങ്ങിയാൽ ദൂരോട്ട് പോകും, മൂവിങ് എവേ അല്ലേ? ഹൊറിസോണ്ടൽ ലൈൻ വെർട്ടിക്കൽ ആയാൽ ആക്സിലറേഷനും, വെർട്ടിക്കൽ ടാൻജൻറ്റ് ഹൊറിസോണ്ടൽ ആയാൽ റിട്ടാർഡേഷനും. So this is moving away from, the object is moving away from the observer with acceleration. The second one is the object is moving away from the observer with retardation. അടുത്തത് ഏതായിരുന്നു? The object is moving towards the observer with acceleration. The object is moving towards the observer with retardation. Clear? Okay, graph we have completed. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഗ്രാഫ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പെർഫെക്റ്റ്ലി പഠിച്ചു, ഓക്കെ ആക്കി. ക്ലിയർ? ഓക്കെ, യെസ്. സോ നൗ വി ആർ ഗോയിങ് ടു എ ന്യൂ ടേം. പുതിയൊരു ടേം പഠിക്കാം, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? എന്താ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? സിമ്പിൾ, പേരിനകത്തൊക്കെ ഇങ്ങനെ വലിയ ഗമയിലൊക്കെ പറഞ്ഞു വരും. നമ്മൾ സ്ഥിരം കേൾക്കുന്ന വേർഡാണ്, അല്ലെങ്കിൽ നമുക്ക് സ്ഥിരം യൂസ് ഉള്ളൊരു കാര്യമാണ്. നമ്മളൊരു കാറിൽ ട്രാവൽ ചെയ്യുക, ഓക്കെ, ഒരു 60 km/h നമ്മുടെ കാറ് പോവാം. ഓക്കെ, അപ്പം നമുക്ക് ഒരിടത്ത് നിർത്തണം, നമുക്ക് അവിടെ ഒരിടത്ത് ഇറങ്ങണം. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? നമുക്കറിയാം 60 km/h പോകുന്ന നമ്മുടെ കാറ് ഏത് പോയിന്റിൽ വെച്ച് ബ്രേക്സ് അപ്ലൈ ചെയ്താൽ സ്പീഡ് 60ൽ നിന്ന് 50, 40, 30, 20, 10, 0 എന്ന് പറഞ്ഞ് റെസ്റ്റിലെത്തും നമുക്ക് ആവശ്യമുള്ള പോയിന്റിൽ, അല്ലേ? അപ്പോൾ 60 km/h വരുന്ന എൻ്റെ കാറിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിൽ നിർത്തണമെങ്കിൽ എവിടെ വെച്ച് ബ്രേക്സ് അപ്ലൈ ചെയ്യണം നമുക്കറിയാം, ശരിയല്ലേ? അപ്പം ബ്രേക്സ് അപ്ലൈ ചെയ്താലും എൻ്റെ ബോഡി കുറച്ച് ദൂരം ട്രാവൽ ചെയ്തല്ലേ വന്ന് നിൽക്കുള്ളൂ. ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി after the application of brakes is called as the, അതായത് റിറ്റാർഡേഷൻ കൊടുത്തു, ബ്രേക്ക് കൊടുത്തു എന്ന് വെച്ചാൽ, ബ്രേക്സ് അപ്ലൈ ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ബോഡിയെ റിറ്റാർഡ് ചെയ്യിപ്പിച്ചു. അപ്പോൾ റിറ്റാർഡേഷൻ കൊടുത്തിട്ട് ബോഡി എത്ര ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വന്ന് നിൽക്കും, ആ ട്രാവലിംഗ് ഡിസ്റ്റൻസിൻ്റെ പേരാണെന്ത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമുള്ള ഡിസ്റ്റൻസ് is called as the stopping distance. Okay, it is the distance traveled by a body before it comes to rest after the application of brakes. Brakes apply ചെയ്തു, അത് കഴിഞ്ഞിട്ട് എത്ര ദൂരം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഇയാൾ വന്ന് നിൽക്കും, and that is called as the stopping distance. അപ്പോൾ എന്താ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ? എൻ്റെ ബോഡി ഇതായിരുന്നു, സപ്പോസ് നമ്മുടെ ബോഡി, ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് u. അയാൾ u സ്പീഡിൽ ട്രാവൽ ചെയ്തായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഇവിടെ വെച്ച് ബ്രേക്സ് അപ്ലൈ ചെയ്തു, റിറ്റാർഡേഷൻ. ബ്രേക്സ് എന്ന് വെച്ചാൽ റിറ്റാർഡേഷൻ, -a കൊടുത്തു. എന്നിട്ട് ഇയാൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് സപ്പോസ് ഇവിടെ വന്നപ്പോഴാണ് അയാൾ നിന്നത്. ഇവിടെ വന്നപ്പോൾ അയാൾ നിന്നു എന്ന് വെച്ചാൽ അയാളുടെ വെലോസിറ്റി എത്രയായി മാറി? 0 ആയി മാറി. എങ്കിൽ ഈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ബ്രേക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം റിറ്റാർഡേഷൻ കൊടുത്തതിന് ശേഷം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, എങ്കിൽ നമുക്ക് ഇക്വേഷൻ v² = u² + 2as എടുക്കാം. ഓക്കെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ v ഉറപ്പായിട്ടും 0 ആയിരിക്കും, വന്ന് നിൽക്കണം. വാട്ട് ഇസ് ദിസ്? 0, 0. ഇതെന്താണിത്? v = 0. ആ സ്റ്റൈലായിട്ട് എഴുതിയതാ കേട്ടോ, 0. സോ 0 = u², ശരിയല്ലേ, +2as ആയിരുന്നു. +2as ഇപ്പുറത്ത് വരുമ്പോൾ -2as, കണ്ടോ? ഓട്ടോമാറ്റിക്കലി റിറ്റാർഡേഷൻ വന്നത് കണ്ടോ? is equal to u², or s is equal to, stopping distance s is equal to u² / 2a with a negative sign.
എപ്പോഴും റിറ്റാർഡേഷനെ വരുള്ളൂ. റിറ്റാർഡേഷൻ്റെ മൈനസ് അവിടെ ഉണ്ടാവും. അപ്പോൾ S is equal to u²/2a. ഇത് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വിത്ത് ദ റിലേഷൻ S പ്രൊപ്പോർഷണൽ ടു u² ആണ്. ഈ റിലേഷനാണ് അവിടെ കൂടുതലും വരുന്നത്. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. S is equal to -u²/2a മൊത്തത്തിലിട്ടുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. അതല്ലെങ്കിൽ S പ്രൊപ്പോർഷണൽ ടു u² വെച്ച് എപ്പോഴും എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. both for board exam and for entrance exam. Clear? അപ്പോൾ എന്തായാലും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ബിഫോർ ഇറ്റ് കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ബ്രേക്സ്. ക്ലിയർ? നമുക്കതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് അറിയണ്ടേ. എ കാർ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 40 km/h. നമ്മുടെ കാറ് ഏത് സ്പീഡിൽ മൂവ് ചെയ്യുമായിരുന്നു? സ്പീഡാണ്. അപ്പോൾ V1 is equal to 40 km/h എൻ്റെ കാറ് മൂവ് ചെയ്യുമായിരുന്നു. Can be stopped by applying brakes after 2 meter. 40 km/h വന്ന നമ്മുടെ കാറ് ബ്രേക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 meter ട്രാവൽ ചെയ്തപ്പോൾ വന്നു നിന്നു. എത്ര മീറ്റർ ട്രാവൽ ചെയ്തപ്പോഴാണ്? 2 meter ട്രാവൽ ചെയ്ത് വന്നപ്പോൾ വന്നു നിന്നു. ഇഫ് ദ സെയിം കാർ, അപ്പം സെയിം കാറാണ്, സെയിം ബ്രേക്സ് ആണ്, സെയിം റിറ്റാർഡിങ് അല്ലേ, റിറ്റാർഡേഷൻ സെയിം ആണ്. വിത്ത് എ സ്പീഡ് ഓഫ് 80 km/h നമ്മൾ അതേ കാർ തന്നെ ഏത് സ്പീഡിലായിരുന്നു ട്രാവൽ ചെയ്യിപ്പിച്ചത്? 80 km/h ട്രാവൽ ചെയ്യുമായിരുന്നു. വാട്ട് ഈസ് ദ മിനിമം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? രണ്ടാമത്തെ കേസിലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്രയാ? ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തൊട്ടു മുന്നേ നമ്മൾ എന്താ റിലേഷൻ പറഞ്ഞത്? S is proportional to u². S is proportional to u² ആണെങ്കിൽ S1/S2 is equal to u1/u2 the whole square എന്ന് എഴുതാം. ശരിയല്ലേ? ഓർ S1 എത്ര? വി വിൽ റൈറ്റ് S1 എത്ര? 2 ബൈ S2 കണ്ടുപിടിക്കണം. is equal to V1 40/80 the whole square. km/h അങ്ങ് ക്യാൻസൽ ആവും, അതുകൊണ്ട് m/s ആക്കണ്ട ആവശ്യമില്ല. 1/2 the whole square 1/4. so S2 is equal to, we can write 4 into 2 which is equal to 8 meter. കണ്ട? അപ്പോൾ എത്ര ദൂരം ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും അയാൾ വന്നു നിന്നു? 8 meter ദൂരം. ക്ലിയർ? സിമ്പിൾ. മനസ്സിലായല്ലോ. അപ്പോൾ ഈ റിലേഷൻ വെച്ചപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി. നമുക്ക് റിയാക്ഷൻ ടൈം നോക്കാം. വാട്ട് ഈസ് റിയാക്ഷൻ ടൈം? റിയാക്ഷൻ ടൈം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പറഞ്ഞപ്പോൾ നമ്മൾ കാൽക്കുലേറ്റഡ് ആയിരുന്നു. ഇന്ന പോയിന്റിൽ വന്ന് ഞാൻ നിൽക്കണം. അപ്പോൾ മൂവിങ് ആയിട്ടുള്ള ഞാൻ എവിടെ വെച്ച് ബ്രേക്സ് അപ്ലൈ ചെയ്താൽ എനിക്ക് ആ പോയിന്റിൽ വന്ന് നിൽക്കാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. എങ്കിൽ റിയാക്ഷൻ ടൈം എന്ന് വെച്ചാൽ എന്തുവാണെന്നറിയാവോ? നമ്മൾ നേരത്തെ പോലെ 60 km/h നമ്മുടെ കാർ ഓടിച്ചുകൊണ്ട് പോവാം. കാർ നല്ല സ്പീഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുക. നമുക്ക് അടുത്തെങ്ങും നിൽക്കണ്ട, സ്റ്റോപ്പ് ചെയ്യേണ്ട. നമുക്ക് ഇതേ സ്പീഡിൽ കുറേ ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ നല്ല സ്പീഡിൽ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്ന കൂട്ടത്തിൽ പെട്ടെന്ന് നമ്മൾ എന്ത് കാണുന്നു? നമ്മൾ പോകുന്ന ആ റോഡിനെ ക്രോസ് ചെയ്ത് ഒരു കൊച്ചു പൂച്ച ചാടുന്നു. സപ്പോസ് എ കാറ്റ്, ഒരു പൂച്ച ചാടുന്നു. ശരിയല്ലേ? അപ്പം പൂച്ച ചാടുന്നത് നമുക്ക് കണ്ടു. നമുക്ക് പൂച്ചയെ വണ്ടി തട്ടരുത്, വണ്ടി ഇടിക്കരുത്. അതിന് മുന്നേ സ്റ്റോപ്പ് ചെയ്ത് ജസ്റ്റ് അതിനെ രക്ഷപ്പെടുത്തണം. അങ്ങനൊരു കണ്ടീഷൻ വരുമ്പോൾ എനിക്ക് നേരത്തെ അറിയാമായിരുന്നോ അതിലേക്കൂടി ഇപ്പം പൂച്ച വരും, അപ്പം ഞാൻ ഇവിടെ വെച്ച് ബ്രേക്സ് അപ്ലൈ ചെയ്യണം. അപ്പം ഇവിടെ വെച്ച് ബ്രേക്സ് അപ്ലൈ ചെയ്താൽ പൂച്ച വരുന്ന ആ ടൈമിൽ എനിക്ക് അതിനെ ഇടിക്കാതെ നിർത്താൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അന്നേരം നേരത്തെ നമ്മൾ പ്ലാൻഡ് ആണോ? അല്ല. നമ്മൾ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നു, പെട്ടെന്നൊരു പൂച്ചക്കുട്ടി ക്രോസ് ചെയ്തു. ശരിയല്ലേ? പെട്ടെന്ന് ഞാനത് ഒബ്സർവ് ചെയ്തു. ഓ, പൂച്ച, അയ്യോ ഇടിക്കരുത് അല്ലേ? അപ്പം ഞാനത് ഒബ്സർവ് ചെയ്തു. ആ ഒബ്സർവ് ചെയ്തതിനെ കുറിച്ച് എൻ്റെ ബ്രെയിൻ തിങ്ക് ചെയ്തു. എന്താ? പൂച്ച വന്നു, ഇടിക്കാൻ പാടില്ല, അപ്പം ബ്രേക്സ് അപ്ലൈ ചെയ്യണം. ശരിയല്ലേ? എന്നിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്തിട്ട് ഞാൻ ആക്ട് ചെയ്തു, ഞാൻ റിയാക്ട് ചെയ്തു. എങ്ങനെ റിയാക്ട് ചെയ്തു? ഞാൻ ബ്രേക്സ് അപ്ലൈ ചെയ്തു. ശരിയല്ലേ? ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പൂച്ച ക്രോസ് ചെയ്തങ്ങ് പോയി. പൂച്ചയ്ക്കൊന്നും സംഭവിച്ചില്ല. പോയി പൂച്ചയെ ഇടിക്കാനാണെങ്കിൽ ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? പൂച്ച ഇടിക്കാൻ പാടില്ല. ശരിയല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ആക്ഷൻ നമ്മൾ കണ്ടു, അതിന് റിയാക്ട് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്തു, അതിനെക്കുറിച്ച് തിങ്ക് ചെയ്തു, അതിന് റിയാക്ട് ചെയ്തു. ശരിയല്ലേ? അതിന് വേണ്ടുന്ന ടൈമിന് പറയുന്ന പേരാണെന്ത്? റിയാക്ഷൻ ടൈം. സോ വാട്ട് ഈസ് റിയാക്ഷൻ ടൈം? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ എ ബോഡി ടു ഒബ്സർവ് ആൻ ആക്ഷൻ. നമ്മളൊരു ആക്ഷൻ ഒബ്സർവ് ചെയ്തു,
ടു തിങ്ക് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് എൻ്റെ ബ്രെയിൻ കണ്ടിട്ട് ഉടനെ ആക്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? എൻ്റെ ബ്രെയിൻ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് നമ്മളോട് പറയണം ആക്ട്, ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആൻഡ് ടു റിയാക്ട്, ആൻഡ് ദാറ്റ് ടൈം ഇസ് കോൾഡ് ആസ് ദ റിയാക്ഷൻ ടൈം. അപ്പോൾ എന്താ റിയാക്ഷൻ ടൈം എന്ന് വെച്ചാൽ? റിയാക്ഷൻ ടൈം എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ നമ്മൾ കണ്ടു. ടു ഒബ്സർവ് ആൻഡ് ആക്ഷൻ, നമ്മളൊരു ആക്ഷൻ കണ്ടു. ടു തിങ്ക് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആൻഡ് ടു ആക്ട്. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദി ഇക്വേഷൻസ് ഹിയർ? നമ്മുടെ സ്ഥിരം ഇക്വേഷൻസ് തന്നെ. V is equal to U plus AT എടുത്താൽ ആ ഒരു ഇക്വേഷൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ റിയാക്ഷൻ ടൈം T എടുക്കാം, ശരിയല്ലേ? അല്ലെങ്കിൽ S is equal to UT plus half AT square. ഇതിനകത്ത് ഇക്വേഷൻസിന് വ്യത്യാസമൊന്നുമില്ല, പ്രോപ്പറായിട്ട് വാല്യൂസ് കൊടുത്താൽ മാത്രം മതി. Then that time is commonly called as the reaction time. Clear? Okay. അപ്പോൾ റിയാക്ഷൻ ടൈം എന്താണെന്ന് മനസ്സിലായി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ പഠിക്കണം. എന്താണ്? ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. എന്താണ്? ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പർ. ഗലീലി നമുക്കൊരു കാര്യം പറഞ്ഞു തന്നു. ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ കൂടി മൂവ് ചെയ്യുക. ശ്രദ്ധിച്ചോണേ, അയാൾ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റാണ്, അതായത് U0 ആയിരിക്കണം. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആയിരിക്കണം, മസ്റ്റാണ്. അണ്ടർഗോസ് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ, എന്നിട്ട് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനിൽ തന്നെ മൂവ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ വേണം? സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആയിരിക്കണം, അണ്ടർഗോസ് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആയിരിക്കണം. എങ്കിൽ ഗലീലിയോ നമുക്ക് പറഞ്ഞു തന്നെ എന്താണെന്നറിയാവോ? അങ്ങനാണെങ്കിൽ ഇയാൾ സക്സസീവ് ടൈം ഇൻ്റർവെൽസിൽ, എങ്ങനെ? സക്സസീവ് ടൈം ഇൻ്റർവെൽസിൽ ഇയാൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. എന്താ മീൻസ് സക്സസീവ് ടൈം ഇൻ്റർവെൽ? ചുമ്മാ ഒന്നുമില്ല, നോക്കണേ. ആദ്യത്തെ 5 സെക്കൻഡ്സ്, നെക്സ്റ്റ് 5 സെക്കൻഡ്സ്, നെക്സ്റ്റ് 5 സെക്കൻഡ്സ്, നെക്സ്റ്റ് 5 സെക്കൻഡ്. ഇതെന്താ? സക്സസീവാണ്. ഫസ്റ്റ് 2 സെക്കൻഡ്സ്, നെക്സ്റ്റ് 2 സെക്കൻഡ്സ്, നെക്സ്റ്റ് 2 സെക്കൻഡ്സ്, ഇങ്ങനെ എടുത്താലും അത് സക്സസീവാണ്. ഫസ്റ്റ് 10 സെക്കൻഡ്സ്, നെക്സ്റ്റ് 10 സെക്കൻഡ്സ്, നെക്സ്റ്റ് 10 സെക്കൻഡ്സ്, ഇതും എന്താണ്? സക്സസീവാണ്. ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ് സെക്കൻഡ്, തേർഡ് സെക്കൻഡ്, ഫോർത്ത് സെക്കൻഡും അത് ഓരോ 1 സെക്കൻഡ് അല്ലേ? ആദ്യത്തെ ഒരു സെക്കൻഡ്, അടുത്തൊരു സെക്കൻഡ്, അടുത്തൊരു സെക്കൻഡ്, ഇതെല്ലാം എന്താണ്? സക്സസീവാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായി എന്താ സക്സസീവ് എന്ന് വെച്ചാൽ? ഓരോ സക്സസീവ് ടൈം ഇൻ്റർവെൽ, ഫസ്റ്റ് 2 സെക്കൻഡ്, നെക്സ്റ്റ് 2 സെക്കൻഡ്, നെക്സ്റ്റ് 2 സെക്കൻഡ്, ഓരോ സക്സസീവ് ടൈം ഇൻ്റർവെല്ലിലും എൻ്റെ ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ 1:3:5:7:7 ആൻഡ് സോ ഓൺ. ഓഡ് നമ്പേഴ്സിൻ്റെ റേഷ്യോ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു തന്നത്? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സക്സസീവ് ടൈം ഇൻ്റർവെൽസ് S1:2, S2:2, S3:2 ആൻഡ് സോ ഓൺ will be in the ratio of 1:3:5 and so on. കണ്ട? ഓക്കെ, ആദ്യത്തെ 10 സെക്കൻഡ്, അടുത്ത 10 സെക്കൻഡ്, ആദ്യത്തെ 2 സെക്കൻഡ്, അടുത്ത 2 സെക്കൻഡ്, ആദ്യത്തെ 50 സെക്കൻഡ്സ്, നെക്സ്റ്റ് 50 സെക്കൻഡ്സ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലും ആദ്യത്തെ ഒരു സെക്കൻഡ്, അടുത്തൊരു സെക്കൻഡ് എന്ന് പറഞ്ഞാലും ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സക്സസീവ് ടൈം ഇൻ്റർവെൽ വിൽ ബി ഇൻ ദ റേഷ്യോ 1:3:5. ഓഡ് നമ്പേഴ്സ്. അതുകൊണ്ടാണ് ആ ലോയ്ക്ക് ഗലീലിയോ എന്ത് പേര് പറഞ്ഞത്? ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ന്യൂമറിക്കലിലോട്ട് പോകാം. ഗലീലിയോ പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എ ബോഡി മൂവിങ് വിത്ത് കണ്ടീഷൻ ഉണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആയിരിക്കണം, കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ. എ ബോഡി മൂവ്സ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ ഫോർ, അപ്പം കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ ഇഷ്ടപ്പെട്ടു, 20 seconds after starting from rest. Yes, അതും ഇഷ്ടപ്പെട്ടു. Okay, if it covers a distance of 50 meter in the first 10 second, ആദ്യത്തെ 10 സെക്കൻഡിൽ 50 meter ട്രാവൽ ചെയ്താൽ find the distance covered by it in the next 10 second. അടുത്ത 10 സെക്കൻഡിൽ അയാൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്ര? ഗലീലിയോസ് ലോ പഠിച്ചാൽ നമുക്കറിയാം, ആദ്യത്തെ 10 സെക്കൻഡിൽ ഇയാൾ 50 meter ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 10 സെക്കൻഡിൽ എത്രയായിരിക്കും? ഇത് 1:3. അപ്പോൾ എത്ര കിട്ടും? 50 × 3, ശരിയല്ലേ? 150 മീറ്റർ. ഇതാണ് ആൻസർ കിട്ടാൻ പോകുന്നതെന്ന് നമുക്കറിയാം. ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡിൽ 50 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 10 സെക്കൻഡ്സിൽ അതിൻ്റെ 3 ടൈംസ് ആയിരിക്കും, അടുത്ത 10 സെക്കൻഡ്സിൽ അത് 5 ടൈംസ് ആവും, ശരിയല്ലേ? 1:3:5 ഇതറിയാം. പക്ഷെ ഒന്ന് ചെയ്ത് നോക്കാം, ഗലീലിയോ പറഞ്ഞ കാര്യം ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. സപ്പോസ് എൻ്റെ ബോഡി 20 സെക്കൻഡ്സ് കൊണ്ട് ഇവിടുന്ന് ഇവിടം വരെ വന്നെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം 10 സെക്കൻഡ്സ്, അടുത്ത 10 സെക്കൻഡ്സ്,
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 10 സെക്കൻഡ്സിൽ ഇതാണ് ഡിസ്റ്റൻസ് S1. മൊത്തം 20, അപ്പം 10 സെക്കൻഡ്സിൽ ഇതാണ് ഡിസ്റ്റൻസ്. മൊത്തം 20 സെക്കൻഡ്സ് കൊണ്ട് ഇത്രയുമാണ് ഡിസ്റ്റൻസ്. എങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ നെക്സ്റ്റ് 10 സെക്കൻഡ്സ് നോക്കാം. അപ്പോൾ S1 എങ്ങനെ എടുക്കും? S1 is equal to UT1 plus half AT1 square. ശരിയല്ലേ? 50 is equal to U0 ആണ്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ A ഇൻറ്റു T1 10 സെക്കൻഡ് 10 സ്ക്വയർ. അവർ 10 സെക്കൻഡ്സ് എന്നല്ലേ പറഞ്ഞേ? ഇഫ് ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 50 മീറ്റർ ഇൻ ഫസ്റ്റ് 10 സെക്കൻഡ്. അപ്പോൾ എത്ര കിട്ടും? യെസ്, 50 ഇൻറ്റു 200 ആണ്, 10 സ്ക്വയറും 100 ആണ്. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ എത്ര കിട്ടി? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ S2 നോക്കാം. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടോട്ടൽ 20 സെക്കൻഡ്സ് എടുക്കുവാണെങ്കിൽ ഞാൻ മൊത്തം ഇവിടുന്ന് ഇവിടം വരെ 10 20 സെക്കൻഡ്സ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് UT2 പ്ലസ് ഹാഫ് AT2 സ്ക്വയർ. അപ്പോൾ എങ്ങനെ കിട്ടും? S2 is equal to U0 ആണ്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്, ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ 1 ആണ്, ടൈം T 20 സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും? 400/2. S2 is equal to 200 മീറ്റർ. കണ്ടോ? അപ്പോൾ S1 എത്ര? 50. മൊത്തം S2 എത്ര? 200. അങ്ങനാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള 10 സെക്കൻഡിൽ എത്രയായിരിക്കും? S2 മൈനസ് S1. ശരിയല്ലേ? അപ്പം നെക്സ്റ്റ് 10 സെക്കൻഡ്സിൽ S2 മൈനസ് S1 ഇസ് ഈക്വൽ ടു 200 മീറ്റർ മൈനസ് 50 മീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 150 മീറ്റർ. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ഗലീലിയോയുടെ ലോ അനുസരിച്ച് 150 മീറ്റർ. ശരിയല്ലേ? ആദ്യത്തെ 10 സെക്കൻഡിൽ 50 മീറ്റർ ട്രാവൽ ചെയ്ത ആൾ അടുത്ത 10 സെക്കൻഡിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തിരിക്കും? 150 മീറ്റർ. 50ൻ്റെ 3 ടൈംസ്. അടുത്ത 10 സെക്കൻഡിലോ 50ൻ്റെ 5 ടൈംസ്. അടുത്ത 10 സെക്കൻഡിലോ 50ൻ്റെ 7 ടൈംസ് ആൻഡ് സോ ഓൺ. നമ്മളത് പ്രൂവ് ചെയ്തെടുത്തു. അപ്പോൾ ഗലീലിയോയുടെ ലോ ഈ പ്രോബ്ലത്തിൽ നമ്മൾ പ്രൂവും ചെയ്തെടുത്തു. അല്ലാതെയും ഗലീലിയോ ലോ പറഞ്ഞനുസരിച്ചും ചെയ്ത് നോക്കി. കറക്റ്റ്. ശരിയല്ലേ? വെരി ഗുഡ്. ക്ലിയർ ആയല്ലോ? 10 സെക്കൻഡിൽ 50 മീറ്റർ, മൊത്തം 20 സെക്കൻഡിൽ 200 മീറ്റർ. അപ്പോൾ രണ്ടാമത്തെ 10 സെക്കൻഡിൽ 200 മൈനസ് 50 150 മീറ്റർ. ക്ലിയർ? ഓക്കെ, ഗുഡ്. ഇഷ്ടപ്പെട്ടല്ലോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. A ball is released from a height, falls 5 meter in 1 second. 1 സെക്കൻഡിൽ 5 മീറ്റർ താഴോട്ട് വീണു. ഫൈൻഡ് ദ ഹൈറ്റ് കവേർഡ് ബൈ ഇറ്റ് ഇൻ 4 സെക്കൻഡ്. 4 സെക്കൻഡിൽ അയാൾ എത്ര ദൂരം വീണു എന്ന് നോക്കാം. എനിക്ക് പലതരത്തിൽ നോക്കാം. സ്ട്രെയിറ്റ് ഞാൻ അങ്ങ് പറയുക. മൊത്തം ഇവിടുന്ന് U0. ശരിയല്ലേ? അയാൾ മൊത്തം T is equal to 4 സെക്കൻഡ് ട്രാവൽ ചെയ്തു. എങ്കിൽ താഴെ എത്തുമ്പോഴുള്ള ഹൈറ്റ് എത്രയെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ എടുത്തു. H is equal to UT പ്ലസ് ഹാഫ് GT സ്ക്വയർ. എടുത്തോട്ടെ. അപ്പോൾ H is equal to U0 ആണ്, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു T സ്ക്വയർ. T എത്ര? 4 സ്ക്വയർ 60. അപ്പോൾ എത്ര കിട്ടും? 8 ഇൻറ്റു 10 80 മീറ്റർ. ഇത് നമുക്ക് ചെയ്യാനറിയാം. ഇത് ഗലീലിയോയുടെ ലോ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ചുമ്മാ ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഇയാളിതാ ഇത്രയും ദൂരം താഴോട്ട് വീണു. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അല്ലേ? അപ്പോൾ U0 ആണല്ലോ. കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ G അല്ലേ? എന്താ മിസ്സേ മൈനസ് G ഇടാഞ്ഞേ? ചോദിക്കത്തില്ലേ? ഇട്ടോളൂ. -H. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാം. -H U താഴോട്ട് -UT മൈനസ് ഹാഫ് GT സ്ക്വയർ. എല്ലാം മൈനസ് ആയതുകൊണ്ട് താഴോട്ടുള്ള ആക്സിസ് നെഗറ്റീവായിട്ട് എടുത്താൽ എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് എനിക്കത് പ്ലസ് ആയിട്ട് എടുക്കാം. ശരിയല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്ലസ്സിലേ വരുള്ളൂ. നെഗറ്റീവ് ആക്സിസ് എടുത്താലും നമുക്ക് ആക്സിലറേഷൻ താഴോട്ട് വരുമ്പോൾ ആക്സിലറേഷനാണ്. അത് മനസ്സിലായി. എങ്കിൽ അവർ പറഞ്ഞത് ആദ്യത്തെ 1 സെക്കൻഡിൽ 5 മീറ്റർ ട്രാവൽ ചെയ്തു. ശരിയല്ലേ? മൊത്തം 4 സെക്കൻഡിലല്ലേ? അപ്പം നെക്സ്റ്റ് 1 സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്യും? 5 ഇൻറ്റു 3 15 മീറ്റർ. ശരിയാണല്ലോ? നെക്സ്റ്റ് 1 സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്യും? 5 ഇൻറ്റു 5 25 മീറ്റർ. ഗലീലിയോയുടെ ലോ കൂടെ നമുക്ക് നോക്കാവുന്നത്. അടുത്ത 1 സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്യും? 5 ഇൻറ്റു 7 35 മീറ്റർ. ശരിയല്ലേ? അല്ലേ? അപ്പം 4 സെക്കൻഡ് ആയല്ലേ? 1 2 3 4 4 സെക്കൻഡ്. അപ്പം ടോട്ടൽ ഹൈറ്റ് എത്ര കിട്ടും? ആദ്യത്തെ 1 സെക്കൻഡിൽ 5 മീറ്റർ, പിന്നെ 15 മീറ്റർ, പിന്നെ 25 മീറ്റർ, പിന്നെ 35 മീറ്റർ. ശരിയല്ലേ? H is equal to ഗലീലിയോയുടെ ലോ ശരിയാണോ നോക്കണമല്ലോ. അപ്പോൾ 5 10 15 20 22 5 6 7 8 80 മീറ്റർ. കൂട്ടി നോക്കിയേ. അപ്പോഴും എത്ര കിട്ടി? 80 മീറ്റർ. കണ്ടോ? അപ്പോൾ ഗലീലിയോയുടെ ലോ 2 എക്സാമ്പിൾസ് വഴി നമ്മൾ പ്രൂവ് ചെയ്തു.
യെസ്, മൊത്തം 4 സെക്കൻഡിൽ 80 മീറ്റർ. ഇവിടെ ഓരോ 1 സെക്കൻഡ് ഇൻ ദ റേഷ്യോ 1:3:5:7 എടുത്തപ്പോഴും എനിക്ക് എത്ര കിട്ടി? 80 മീറ്റർ. കറക്റ്റ്. അപ്പം ഗലീലിയോയുടെ ലോ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റാണ്. സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഗലീലിയോയുടെ ലോ ഒരുപാട് ഇമ്പോർട്ടൻ്റാണ്. ക്ലിയർ? ഗലീലിയോസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഇൻ സക്സസീവ് ടൈം ഇന്റർവെൽ വിൽ ബി ഇൻ ദ റേഷ്യോ ഓഫ് 1:3:5:7 and so on if the body starts from rest and undergoes constant acceleration. അത് വേണം. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആയിരിക്കണം, കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആയിരിക്കണം. ക്ലിയർ? ഓക്കെ. അപ്പം ഗലീലിയോസ് ലോ നമുക്ക് മനസ്സിലായി. ശരിയല്ലേ? Now we are going to a new topic called as the relative velocity, the last topic of motion in a straight line, relative velocity. അപ്പോൾ എന്താ റിലേറ്റീവ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ, ഇതുവരെ ഞാൻ ഒബ്സർവർ, നിങ്ങൾ എൻ്റെ ഒബ്ജക്റ്റ്. ഒബ്സർവർ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഒബ്ജക്റ്റിനെ നോക്കിയത്. ബസ് ആക്സിലറേറ്റ് ചെയ്യുന്നു, കാർ യൂണിഫോമായിട്ട് മൂവ് ചെയ്യുന്നു, ബോഡി റെസ്റ്റില്ല, എല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷേ ഒബ്സർവർ എവിടെയായിരുന്നു? ഗ്രൗണ്ട് എന്ന് വെച്ചാൽ റെസ്റ്റിലായിരുന്നു. ഇനി ഒബ്സർവറും മൂവിങ് പ്ലാറ്റ്ഫോമിലാണ്, എൻ്റെ ഒബ്ജക്റ്റും മൂവിങ് ആണ്. അങ്ങനാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഞാൻ നിങ്ങളുടെ പൊസിഷൻ്റെ ചേഞ്ച് നോക്കാൻ പോവാം. ശരിയല്ലേ? എങ്ങനെ? ഞാനും മൂവിങ് പ്ലാറ്റ്ഫോമിൽ നിന്നോണ്ടാ. മനസ്സിലായല്ലോ? റിലേറ്റീവായിട്ട് പറയാൻ പോവാം. ഞാൻ എന്നെ വെച്ച് നിങ്ങളുടെ കാര്യം പറയാൻ പോവാം. ഓക്കെ, ഇതുവരെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞെങ്കിൽ ഇപ്പം ഞാൻ എന്നെ വെച്ച് നിങ്ങളുടെ കാര്യം പറയാൻ പോവാം. ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ചുമ്മാ സിമ്പിൾ പറയുമ്പോഴൊക്കെ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഒന്ന് കേട്ടോ. ദ വെലോസിറ്റി ഓഫ് ആൻ ഓബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ. റിലേറ്റീവ്, ഒരാളെ വെച്ച് നമ്മൾ മറ്റൊരാളുടെ കാര്യം പറയുക. ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ആൻ ഓബ്ജക്റ്റ്. സാധാരണ നമുക്കത് ഇഷ്ടമല്ല. ശരിയല്ലേ? നമ്മളൊരു ടെസ്റ്റ് പേപ്പറിനകത്ത് 50-ൽ 45 മാർക്സും മേടിച്ചുകൊണ്ട് അങ്ങോട്ട് വീട്ടിലോട്ട് ചെന്നു. ശരിയല്ലേ? 50-ൽ 45 മാർക്സും നല്ല മാർക്കല്ലേ? യെസ്, 50-ൽ 45 കിട്ടിയാൽ മോശമല്ലാത്ത നല്ല മാർക്കാണ്. ശരിയല്ലേ? അങ്ങനെ വലിയ ഗെയിമിൽ നമ്മൾ അങ്ങോട്ട് ചെന്നു വീട്ടിലോട്ട് അല്ലേ? ഉടനെ അച്ഛൻ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. 50-ൽ 45, ഗുഡ്, വെരി ഗുഡ്. ഉടനെ അച്ഛൻ്റെ ചോദ്യം, തൊട്ടടുത്തിരുന്ന ഫ്രണ്ടിന് എത്ര ഉണ്ടടാ? ക്ലാസ്സിൽ ഫസ്റ്റ് എത്രടാ? ഉടനെ നമ്മൾ പറഞ്ഞു 50-ൽ 50 ഈസ് ദ ഫസ്റ്റ് മാർക്ക്. ഓ, അതുവരെ സ്നേഹത്തോടെ ഇരുന്ന അച്ഛൻ്റെ മുഖം പെട്ടെന്നൊന്ന് കറുത്തു. എന്തുകൊണ്ടാ? അവൻ അത്രയും മേടിക്കാമെങ്കിൽ നിനക്കെന്താടാ? കണ്ടോ? റിലേറ്റീവ്. ഫസ്റ്റ് 50 ഔട്ട് ഓഫ് 50 മേടിക്കാമെങ്കിൽ പിന്നെ നമുക്കെന്താ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ റിലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ശരിയല്ലേ? എന്തുകൊണ്ട്? നമ്മുടെ മാർക്ക് ഇത്തിരി താഴോട്ട് പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ അച്ഛന് ഫീൽ ചെയ്തു. പക്ഷേ 45 ഔട്ട് ഓഫ് 50 പറഞ്ഞായിരുന്നെങ്കിൽ അത് കറക്റ്റ് അല്ലേ? ഇഷ്ടപ്പെട്ടേനെ. അതിൻ്റെ കൂടെ അച്ഛൻ കയറി ഫസ്റ്റ് മേടിച്ച കുട്ടിയുടെ മാർക്ക് കൂടെ കമ്പയർ ചെയ്തുകൊണ്ടല്ലേ, റിലേറ്റ് ചെയ്തപ്പോഴല്ലേ നമ്മുടെ മാർക്ക് ഇത്തിരി മോശമായിട്ട് തോന്നിയത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിയുടെ എഫക്റ്റ് എൻറ്റയർലി ഡിഫറെൻറ്റാ. ശരിയല്ലേ? റിലേറ്റീവ് വെലോസിറ്റിയുടെ എഫക്റ്റ് എൻറ്റയർലി ഡിഫറെൻറ്റാ. പക്ഷേ ഇതുപോലെ മോശപ്പെട്ട കാര്യമൊന്നുമല്ല നമ്മുടെ റിലേറ്റീവ് മോഷൻ. വെരി സിമ്പിൾ. നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദിസ് റിലേറ്റീവ് മോഷൻ? ഡെഫിനിഷൻ എങ്ങനെയൊക്കെയാണ് പറയുക? ദ വെലോസിറ്റി ഓഫ് ആൻ ഓബ്ജെക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഓബ്ജെക്റ്റ്. എൻ്റെ മാർക്ക് വിത്ത് റെസ്പെക്ട് ടു ഇല്ല കുട്ടിയുടെ മാർക്ക് എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതേപോലെ ദ വെലോസിറ്റി ഓഫ് ആൻ ഓബ്ജെക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഓബ്ജെക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് അറ്റ് വിച്ച് ദ ഫസ്റ്റ് ഓബ്ജെക്റ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് ഓബ്ജെക്റ്റ്. രണ്ടാമത്തെ ഓബ്ജെക്റ്റ് വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ പൊസിഷൻ എങ്ങനെ മാറുന്നു? ദ വെലോസിറ്റി ഓഫ് എ ഫസ്റ്റ് ഓബ്ജെക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് ഓബ്ജെക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സെക്കൻഡ് ഓബ്ജെക്റ്റ് വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ സ്പീഡ് എങ്ങനെ മാറുന്നു? അതാണ് നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്നത്. ഇതേ നമ്മളൊരു എക്സാമ്പിൾ കാണിക്കാം. ഇത് എ ഇസ് മൂവിങ് വിത്ത് എ സ്പീഡ് VA. ബാക്കിൽ B വരുന്നു, ഇസ് മൂവിങ് വിത്ത് സ്പീഡ് VB. ഓക്കെ, എങ്കിൽ സിമ്പിൾ അതാണ്. ഞാൻ ബിയിലിരുന്നുകൊണ്ട് എ നോക്കുക. നമ്മളെവിടാണ്? ബിയിലിരുന്നുകൊണ്ട് എയിൽ നോക്കുക. അപ്പോൾ എനിക്ക് വെലോസിറ്റി ഓഫ് എ അല്ലേ വേണ്ടുന്നത് വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ അതെങ്ങനെ എഴുതുന്നത്? VAB. എങ്ങനെ എഴുതുന്നത്? VAB. കണ്ടോ? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഈക്വൽ ടു, കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ, എയുടെ വെലോസിറ്റിയിൽ നിന്നും ബിയുടെ വെലോസിറ്റി അങ്ങ് കുറച്ചാൽ മതി. വെരി സിമ്പിൾ.
വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. എയിലിരിക്കുന്ന ആടെ വെലോസിറ്റി വേണം, എവിടെ ഇരുന്നുകൊണ്ട്? ബിയിലിരുന്നുകൊണ്ട്. ബിയിലിരിക്കുന്ന നമുക്ക് എയുടെ വെലോസിറ്റി വേണം, ശരിയല്ലേ? അപ്പോൾ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് വി എ മൈനസ് വി ബി. ഡയറക്റ്റ് അങ്ങ് ചെയ്താൽ മതി. അതേപോലെ ഇനി നമ്മൾ എയിലിരിക്കുക, എയിലിരുന്നുകൊണ്ട് എനിക്ക് ബിയുടെ വെലോസിറ്റി വേണം, എയിലിരുന്നുകൊണ്ട് എനിക്ക് ബിയുടെ വെലോസിറ്റി വേണം. വെലോസിറ്റി ഓഫ് ബി എനിക്ക് വേണം, എവിടെ ഇരുന്നുകൊണ്ട്? എയിലിരുന്നുകൊണ്ട്. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഇസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. കണ്ടോ? വെരി സിമ്പിൾ. അതാണ് എഴുതി വെച്ചേക്കുന്നത്. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് വി എ ബിയും വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത് വി ബി എയുമാണ്. അതെന്ത് ചെയ്താൽ മതി? ആദ്യം പറഞ്ഞ വെലോസിറ്റിയിൽ നിന്ന് രണ്ടാമത്തെ ആടെ വെലോസിറ്റിയെ കുറച്ച് വെച്ചാൽ റിലേറ്റീവായി. Velocity of A with respect to B, VA minus VB. Velocity of B with respect to A, എഴുതുന്നത് VBA is equal to VB minus VA. വെക്റ്റർ ആണ്, ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ നോക്കണേ, ഇഫ് ദ ബോഡീസ് എ ആൻഡ് ബി ആർ ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ എയും ബിയും ഇപ്പോൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ഇഫ് ദേ ആർ ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഒരാളുടെ വെലോസിറ്റി പോസിറ്റീവ് ആവുമ്പോൾ രണ്ടാമത്തെ ആളുടെ വെലോസിറ്റി നെഗറ്റീവ് ആയിക്കോണം. ഒരാളുടെ വെലോസിറ്റി പോസിറ്റീവ് ആവുമ്പോൾ രണ്ടാമത്തെ ആളുടെ വെലോസിറ്റി നെഗറ്റീവ് ആയിക്കോണം. അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. നേരത്തെ പോലെ തന്നെ വി എ ബി എങ്ങനെ എഴുതണം? വി എ മൈനസ് വി ബി. പക്ഷെ വി എ പ്ലസ് ആയിട്ട് പറയുമ്പോൾ വി ബി എന്താവും? മൈനസ് ആവും. അപ്പോൾ മനസ്സിലായോ? What is VAB? VAB, velocity of A with respect to B, VA minus VB. പക്ഷെ വി എ പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ വി ബി ഇപ്പോൾ എന്താണ്? മൈനസ്. അപ്പോൾ എങ്ങനെ വരും? വി എ മൈനസ് വി ബി, വി എ മൈനസ് ഓഫ് മൈനസ് വി ബി, വി എ പ്ലസ് വി ബി കൂടി. കണ്ടോ? സിമിലർലി വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എങ്ങനെ പറയും? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എങ്ങനെ പറയും? വി ബി, ഒരാളെ പ്ലസ് ആക്കുക, മറ്റേ ആളെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. വി ബി പ്ലസ് ആക്കിയപ്പോൾ ഞാൻ വി എ മൈനസ് ആക്കും, വി ബി മൈനസ് ഓഫ് മൈനസ് വി എ. അപ്പം എന്താവും? വി എ പ്ലസ് വി ബി. ചുരുക്കി പറഞ്ഞാൽ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കുമ്പോൾ വി എ ബി എന്ന് പറഞ്ഞാലും വി ബി എ എന്ന് പറഞ്ഞാലും എന്തായി വരും? ആഡ്സ് അപ്പ്. വെലോസിറ്റി ആഡ്സ് അപ്പ്, വി എ പ്ലസ് വി ബി ആവും. കണ്ടോ? വി എ പ്ലസ് വി ബി എന്ന് പറഞ്ഞാലും വി ബി പ്ലസ് വി എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? അപ്പോൾ ഇറ്റ് ആഡ്സ് അപ്പ്. ഓക്കെ, അവിടെ ആഡ് ചെയ്തത് എന്തുകൊണ്ടാ? മൈനസ് ഓഫ് മൈനസ് വന്നതാ. അപ്പോൾ ശരിക്കും റിലേറ്റീവ് വെലോസിറ്റി എന്ത് തന്നെ? വി എ ബി ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. മൈനസ് ഓഫ് മൈനസ് വന്നപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ, അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എപ്പോഴും വി എ മൈനസ് വി ബി ഇതാണ്. ഡൗട്ട് ഉണ്ടോ? ഇനി ഇതിപ്പോൾ നമ്മൾ യൂണിഫോമായിട്ട് മൂവ് ചെയ്ത വെലോസിറ്റി, ഇതേപോലെ തന്നെ നമുക്ക് നോൺ യൂണിഫോം മോഷനിലും റിലേറ്റീവ് വെലോസിറ്റി വിത്ത് ദ സെയിം ഇക്വേഷൻസ്. ദാറ്റ് ഈസ്, നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ ഏത് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നോൺ യൂണിഫോം മോഷൻ്റെ കേസിൽ? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി യൂസ് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? അല്ലേ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ യൂസ് ചെയ്തിട്ടുണ്ട് നോൺ യൂണിഫോം മോഷൻ. ആൻഡ് ഓൾസോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? ദ സെയിം ഇക്വേഷൻസ് എനിക്ക് നോൺ യൂണിഫോം മോഷനിലെ റിലേറ്റീവായിട്ട് എടുക്കാം. എന്തായിട്ട് എടുക്കാം? റിലേറ്റീവ് മോഷൻ. സോ നമ്മൾ ഇനി റിലേറ്റീവ് മോഷനിൽ എടുക്കാൻ പോവാം. ഓക്കെ, ദാറ്റ് ഈസ് വി എ ബി ഇസ് ഈക്വൽ ടു യു എ ബി പ്ലസ് ആക്സിലറേഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഇൻറ്റു ടി. ആവശ്യം വരുമ്പോൾ എടുത്തോളൂ. മനസ്സിലായോ? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു acceleration of A with respect to B into T square. Velocity final VAB square is equal to initial velocity of A with respect to B the whole square plus 2 into acceleration of A with respect to B into displacement of A with respect to B. മനസ്സിലായ? where VAB is equal to VA minus VB. Okay, and UAB is equal to എങ്ങനെ എഴുതാം? UA
മൈനസ് യു ബി. എസ് എ ബി എനിക്ക് എങ്ങനെ എഴുതാം? ഇതേപോലെ എസ് എ മൈനസ് എസ് ബി. ആക്സിലറേഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എനിക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് എ ബി. കണ്ടോ? ദ സെയിം വേ നമുക്ക് ഏത് ഇക്വേഷനും റിലേറ്റീവിലും യൂസ് ചെയ്യാം, റിലേറ്റീവ് മോഷനിലും യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഓക്കെ. സിമ്പിൾ ഇക്വേഷൻസ് ദ സെയിം വേ നമ്മൾ സാധാരണ എടുത്തത് പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയും യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് മാർക്ക് ചെയ്തിടാം നമുക്ക്. ഓൾ ഓഫ് ദി ഇക്വേഷൻസ് സി ഇതേപോലെ തന്നെ. റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞതുപോലെ തന്നെ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റും നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? വിത്ത് ദ ഇക്വേഷൻസ് വി എ ബി ഇസ് ഈക്വൽ ടു യു എ ബി പ്ലസ് എ എ ബി ഇൻറ്റു ടി. ഇനി വി ബി എ പറയുമ്പോൾ അതേപോലെ ഇക്വേഷൻ എടുത്തോണം, അത്രയേ ഉള്ളൂ. ഓക്കെ. എസ് എ ബി ആൻഡ് ഓൾസോ വി എ ബി സ്ക്വയർ പ്ലസ് ഇസ് ഈക്വൽ ടു യു എ ബി സ്ക്വയർ പ്ലസ് 2ab എസ് എ ബി. ഓക്കെ. ക്ലിയർ? ദ സെയിം വേ. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ 2 ക്വസ്റ്റ്യനൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഗ്രാഫ് നോക്കാം. ആദ്യമേ ഗ്രാഫ്. ക്വസ്റ്റ്യന് മുന്നേ നമുക്ക് ഗ്രാഫ് നോക്കാം. ചുമ്മാ ഞാൻ 1-2 ഗ്രാഫുകൾ തരട്ടെ. സപ്പോസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ്. ഞാൻ പൊസിഷൻ ടൈം ഗ്രാഫാണ് തരാൻ പോകുന്നത്. എക്സ് ടി ഗ്രാഫ്. അതിൽ ഒരാളുടെ ഗ്രാഫ് ഇങ്ങനെയും ഒരാളുടെ ഗ്രാഫ് ഇങ്ങനെയും കിട്ടി. പാരലാണോ? യെസ്, പാരലായിട്ട്. അവർ പറയുന്നു എക്സ് എ ആൻഡ് എക്സ് ബി പാരലൽ ലൈൻസ്. കണ്ടിട്ട് ഇപ്പോൾ ഇത്ര പാരലായിട്ട് തോന്നില്ല. ഒന്ന് വരച്ചോട്ടെ. എക്സ് എ ആൻഡ് എക്സ് ബി ആർ പാരലൽ. ഫസ്റ്റ് വൺ. പിന്നെ അടുത്ത ഗ്രാഫിൽ അവർ പറയുവാണ് എക്സ് എ ആൻഡ് എക്സ് ബി ആർ ലൈക്ക് ദിസ്. എക്സ് എ എക്സ് ബി. എക്സ് ടി ഗ്രാഫ് എടുത്തപ്പോൾ ഒരു ഗ്രാഫ് ചുമ്മാ നിങ്ങൾ പറയണം എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്. ഒരാളിങ്ങനെ പോയി. അടുത്ത ഗ്രാഫിൽ അവർ പറയുന്നു എക്സ് എ എക്സ് ബി ടൈമുമായിട്ട് ഇങ്ങനെയാണ് റിലേറ്റഡ്. ഓക്കെ. നെക്സ്റ്റ് ഗ്രാഫിൽ അവർ പറയുന്നു ദേ ഒരാളിങ്ങനെയും ഒരാളിങ്ങനെയും. എന്താണ് അഭിപ്രായം അബൌട്ട് എക്സ് എ ആൻഡ് എക്സ് ബി? എന്താണ് അഭിപ്രായം? ഇവിടെ പറഞ്ഞില്ലല്ലോ. ദിസ് ഈസ് എക്സ് എ ആൻഡ് ദിസ് ഈസ് എക്സ് ബി. എന്താണ് ഇവിടെ? നമുക്ക് എക്സ് എ എക്സ് ബി ഒരേപോലെ ആക്സസ് ആക്കാം. താഴെ എക്സ് എയും മുകളിൽ എക്സ് ബിയും. സപ്പോസ് 4 ഗ്രാഫ് ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. എങ്കിൽ വാട്ട് അബൌട്ട് എക്സ് എ ആൻഡ് എക്സ് ബി? ഈ ഗ്രാഫ് നോക്കിയിട്ട് നോക്കി. ഫ്രം ദ ഫസ്റ്റ് ഗ്രാഫ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി? ആദ്യത്തെ ഗ്രാഫിൻ്റെ സ്പെഷ്യാലിറ്റി അവർ പാരലൽ ലൈൻസാണ്. അതായത് തുടങ്ങിയ സമയത്ത് എക്സ് എയും എക്സ് ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത് തന്നെയാണ് ത്രൂ ഔട്ട് ദ ഡിസ്റ്റൻസ്. ശരിയല്ലേ? അപ്പം ക്യാൻ യു സേ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വി എ ആൻഡ് വി ബി? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. രണ്ടാമത്തെ കേസിൽ എക്സ് എയും എക്സ് ബിയും തമ്മിലുള്ള തുടങ്ങിയപ്പോഴുള്ള ഡിസ്റ്റൻസും പിന്നീടുള്ള ഡിസ്റ്റൻസും കൂടി വരുന്നു. ശരിയല്ലേ? അപ്പോൾ വാട്ട് അബൌട്ട് വി എ ആൻഡ് വി ബി? വി എയും വി ബിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? മൂന്നാമത്തെ ഗ്രാഫിനകത്ത് ഡിസ്റ്റൻസ് ആദ്യമേ കുറഞ്ഞു വരുന്നു, പിന്നെ കൂടി പോരുന്നു. അപ്പം വി എയും വി ബിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? നാലാമത്തെ ഗ്രാഫിനകത്ത് ഡിസ്റ്റൻസ് ഇങ്ങനെ. സോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് വി ബി? പറഞ്ഞുതരാമോ? അപ്പോൾ സൂക്ഷിച്ച് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ. ഫോർ ദ ഫസ്റ്റ് ഗ്രാഫ് ഡിസ്റ്റൻസ് അവർ തമ്മിലുള്ള എത്ര ടൈം മാറിയപ്പോഴും എയും ബിയും തമ്മിലുള്ള പൊസിഷൻ സെയിം ആണ്. അപ്പോൾ അവർ സെയിം സ്പീഡിൽ പോകുന്നു. ശരിയല്ലേ? രണ്ടാമത്തെ ഗ്രാഫിൽ ബി അങ്ങ് സ്പീഡിൽ കൂടി പോവാം. ശരിയല്ലേ? അതേസമയം എ പതുക്കെ പോകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം വി ബി ഈസ് ഗ്രേറ്റർ ദാൻ വി എ. അപ്പോൾ വി എ ലെസ് ദാൻ വി ബി ആണ്. വാട്ട് അബൌട്ട് ദ തേർഡ്? എക്സ് എ ഓവർടേക്ക് ചെയ്തു എക്സ് ബി എ. അപ്പോൾ വെലോസിറ്റി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് ബി. ആൻഡ് വാട്ട് അബൌട്ട് ദ ഫോർത്ത് വൺ? ഒരാൾ മൂവിങ് എവേ, ഒരാൾ മൂവിങ് ടുവേർഡ്സ്. അപ്പം വി എ ആൻഡ് വി ബി ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കണ്ടോ? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ക്ലിയർ? ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ്. എത്ര ടൈം മാറിയൊക്കെയും ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. വി എ ഈസ് ഈക്വൽ ടു വി ബി. രണ്ടാമത്തെ കേസിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി വരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഓൾറെഡി വി എ ബാക്കിൽ കിടക്കുമായിരുന്നു, ഇപ്പോൾ വി ബി പിന്നെയും കൂടി പോകുന്നു. അപ്പോൾ വി ബി ഇപ്പോഴും സ്പീഡ് കൂടുതലാണ്. വി ബി എന്ന് പറയുന്നത് ബൈക്കിലും നമ്മൾ ബാക്കിൽ സൈക്കിളിലും. ശരിയല്ലേ? ഓൾറെഡി ഞാൻ സൈക്കിളേ ബാക്കിലാണ്,
പിന്നെ കുറച്ച് കഴിയുമ്പോഴോ ബൈക്കുകാരൻ അങ്ങ് പോയി, അപ്പം ഡിസ്റ്റൻസ് കൂടി കൂടി വരും. ഇവിടെ സൈക്കിളുകാരൻ ഫ്രണ്ടിലും ബൈക്ക് ബാക്കിലും. അപ്പോൾ എന്ത് സംഭവിച്ചു? ബൈക്കിൻ്റെ സ്പീഡ് സൈക്കിളിൻ്റെ സ്പീഡിനേക്കാളും വലുതല്ലേ. അപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ സൈക്കിളുകാരനെ ബൈക്ക് ഓവർടേക്ക് ചെയ്യും, എന്നിട്ട് എന്തെയും മുന്നോട്ട് പോകും. ശരിയല്ലേ? അപ്പം വി എ ഇസ് ഗ്രേറ്റർ ദാൻ വി ബി. ആൻഡ് ഹിയർ ഒരാൾ മൂവിങ് അവേയും ഒരാൾ മൂവിങ് ടുവേർഡ്സും. ഒന്ന് എൻ്റെ അടുത്തുനിന്ന് ദൂരോട്ട് പോകുന്നു എ, മറ്റേ ആളോ ബിയോ ദൂരെ നിന്ന് എൻ്റെ അടുത്തോട്ട് വരുന്നു. ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കൂടുതൽ ഏതാ കുറവേതാന്ന് അറിയണമെങ്കിൽ സ്ലോപ്പ് എടുത്ത് നോക്കണം. ശരിയല്ലേ? അപ്പം ദീസ് ആർ ദ റെഗുലർ ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് റിലേറ്റഡ് ടു അവർ റിലേറ്റീവ് മോഷൻ. ക്ലിയർ? മനസ്സിലായല്ലോ? യെസ്. ഇനി 2 ക്വസ്റ്റ്യനൂടെ നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് റിലേറ്റീവ് മോഷനകത്ത് ക്വസ്റ്റ്യൻ വരിക നോക്കാം. എ ട്രെയിൻ ഓഫ് ലെങ്ത് 200 മീറ്റർ ട്രാവലിംഗ് അറ്റ് 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമ്മൾ ആദ്യമേ ഒരു ട്രെയിൻ കണ്ടു. ശരിയല്ലേ? വായിച്ചു നോക്കാം. എ ട്രെയിൻ ഓഫ് ലെങ്ത് 200 മീറ്റർ ട്രാവലിംഗ് അറ്റ് 40 മീറ്റർ പെർ സെക്കൻഡ് ഓവർടേക്സ് അനദർ ട്രെയിൻ. അപ്പം ഇവിടെ മറ്റൊരു ട്രെയിൻ ഉണ്ട്, ഓവർടേക്ക് ചെയ്യണം. അപ്പം ഇയാൾ ഫ്രണ്ടിലായിരിക്കണം. ഇതാണ് നമ്മുടെ എ ട്രെയിൻ. എ ട്രെയിൻ ഓഫ് ലെങ്ത് ഓഫ് ട്രെയിൻ എത്ര? 200 മീറ്റർ. ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് വി എ ഇസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ്. ഇറ്റ് ഓവർടേക്സ് അനദർ ട്രെയിൻ ഓഫ് ലെങ്ത്. ഇത് ലെങ്ത് കൂടുതലാണ്. എൽ ബി ഇസ് ഈക്വൽ ടു 400 മീറ്റർ. ശരിയല്ലേ? വരച്ചപ്പോൾ ഇച്ചിരി ഉള്ളെങ്കിലും ലെങ്ത് വലുതാണ്. ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് വി ബി ഇസ് ഈക്വൽ ടു 30 മീറ്റർ. അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ആൾ 30 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓൺ പാരലൽ ട്രാക്ക്. ഫ്രണ്ടിൽ പോകുന്നത് ബി ആണ്, പക്ഷെ അയാൾ പോകുന്നത് 30 മീറ്റർ പെർ സെക്കൻഡിലാണ്. ബാക്കിൽ എ ഉണ്ട്, പക്ഷെ അയാൾ വരുന്നത് 40 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഉറപ്പായിട്ടും എക്കാരൻ ബി എ എന്ത് ചെയ്തിരിക്കും? ഓവർടേക്ക് ചെയ്തിരിക്കും. ശരിയല്ലേ? ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ ഫസ്റ്റ് ട്രെയിൻ ടു ക്രോസ് ദ സെക്കൻഡ് ട്രെയിൻ. എ ബി എ എത്ര സമയം കഴിയുമ്പോൾ ക്രോസ് ചെയ്യും? അപ്പം നമുക്ക് എയുടെ വെലോസിറ്റി വേണം. ക്രോസ് ചെയ്യുന്നത് എ അല്ലേ? അപ്പോൾ ഏത് സ്പീഡിൽ പോയാൽ ക്രോസ് ചെയ്യും? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി വേണം. ശരിയല്ലേ? ബി വെച്ച് നോക്കുമ്പോൾ എയുടെ വെലോസിറ്റി എത്ര? എയുടെ വെലോസിറ്റി 40 പക്ഷെ ആ 40ൽ ഒരു 30 ബിക്കും ഇല്ലേ? അപ്പോൾ ബി വെച്ച് നോക്കുമ്പോൾ എയുടെ വെലോസിറ്റി എത്ര വരുന്നുള്ളൂ? യെസ്, വി ഹാവ് ടു റൈറ്റ് വി എ മൈനസ് വി ബി. ഇതല്ലേ നമ്മൾ പഠിച്ചത്? 40 മൈനസ് 30 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ്. ശരിയാണോ? അപ്പം വി എ ബി വെലോസിറ്റിയിൽ എത്ര ദൂരം കഴിയണം ഓവർടേക്ക് ചെയ്യാൻ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ? എയുടെ 200 മീറ്ററുമുണ്ട്, ബിയുടെ 400 മീറ്ററുമുണ്ട്. ശരിയല്ലേ? അപ്പം എത്ര കവർ ചെയ്യണം? ഇറ്റ് ഹാസ് ടു കവർ എൽ എ പ്ലസ് എൽ ബി. മൊത്തം എ ഓവർടേക്ക് ചെയ്ത് ബി എ ഫ്രണ്ടിൽ കയറണമെങ്കിൽ എത്ര കഴിയണം? എൽ എ പ്ലസ് എൽ ബി ബൈ ടൈം ടി ടേക്കൺ. ശരിയല്ലേ? അപ്പോൾ എത്ര കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു 200 പ്ലസ് 400 ബൈ ടൈം ടേക്കൺ. അപ്പോൾ എത്ര കിട്ടി? ഇങ്ങോട്ട് എഴുതാം. 10 is equal to 600 by time taken or t is equal to 60 seconds. ഒരു മിനിറ്റെങ്കിലും എടുക്കും. മിനിമം ഒരു മിനിറ്റിനുള്ളിലേ എൻ്റെ ഈ കാര്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബി. ആൻഡ് വൈ ഡോണ്ട് വി ടേക്ക് ഈ ഡിസ്റ്റൻസ് എന്താ എടുക്കാഞ്ഞേ? റിലേറ്റീവായിട്ട് ആ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ നിന്നോളും. ശരിയല്ലേ? എസും അത്രയും കവർ ചെയ്യും, ദാറ്റ് ഈസ് എയും അത്രയും കവർ ചെയ്യുന്നുണ്ട്, ബിയും അത്രയും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ വരുന്നത് എത്രയേ ഉള്ളൂ? വി എ പ്ലസ്, അല്ലെങ്കിൽ ഈ മിനിമം ഡിസ്റ്റൻസ് നമുക്ക് 0 ആയിട്ട് എടുക്കാം. അവരാ ഡിസ്റ്റൻസ് തന്നിട്ടില്ല, അപ്പം നമുക്ക് എടുക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് വി വിൽ ഡ്രോ. ആ ഡിസ്റ്റൻസ് തരാതെ നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പം മിനിമം ഡിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ബിയുടെ പൊസിഷൻ ഇങ്ങനെയായിരുന്നു. ദിസ് ഇസ് ബി. കണ്ടോ? ഇത് ബി. ബി ഏത് സ്പീഡിൽ പോകുമായിരുന്നു? വി ബി. ഏത്? 30 മീറ്റർ പെർ സെക്കൻഡിൽ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബി? ലെങ്ത് ഓഫ് ബി ഈസ് ഈക്വൽ ടു 400 മീറ്റർ. കണ്ടോ? എയും ബിയും തമ്മിൽ ഇത്ര ദൂരം ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം പിന്നെ നമുക്കത് എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സോ ബാക്കിൽ കിടക്കുന്ന എക്ക് ബിയെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ എയുടെ പൊസിഷൻ എങ്ങനെ ആയിരിക്കണം? ട്രാവൽ ചെയ്ത് എ ഇങ്ങനെ വരണം. കണ്ടോ? ദിസ് വിൽ ബി ദ പൊസിഷൻ ഓഫ് എ. എ ഇങ്ങനെ വന്നാലേ, കണ്ടോ, എക്കാരൻ ഇങ്ങനെ ആവണം, എന്നാലേ ക്രോസിങ് നടക്കുള്ളൂ. ദാറ്റ് മീൻസ് എൽ എയുടെ 200 മീറ്ററും എൽ ബിയുടെ 400 മീറ്ററും ക്രോസ് ചെയ്തേ എ ഫ്രണ്ടിൽ വരണം, എങ്കിലേ എന്ത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ എഴുതിയേ? എൽ എ പ്ലസ് എൽ ബി. 200 പ്ലസ് 400 600. സോ മിനിമം 1 മിനിറ്റ് എങ്കിലും വേണം തൊട്ടടുത്ത് നിൽക്കുന്ന ബി എക്ക് ക്രോസ് ചെയ്ത് ഫ്രണ്ടിലെത്താൻ. ക്ലിയർ? ഓക്കെ.
അപ്പോൾ അത് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബോയ് പി ഈസ് റണ്ണിങ് വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. അനദർ ബോയ് ക്യൂ ഹു വാസ് 100 മീറ്റർ. ഇവിടെ നേരത്തെ ട്രെയിനിൻ്റെ കേസിൽ അവർ പറഞ്ഞില്ല ഇത്ര ദൂരം നിന്നേതെന്ന്. ഇപ്പോൾ യെസ്, ക്യൂ ഹു വാസ് 100 മീറ്റർ ബിഹൈൻഡ് പി. അപ്പോൾ 2 കുട്ടികളുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ കുട്ടി പി, ബാക്കിൽ രണ്ടാമത്തെ കുട്ടി ക്യൂ. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 മീറ്റർ. നേരത്തെ അത് പറഞ്ഞില്ല, അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് ക്രോസിങ്, ട്രെയിനിൻ്റെ കേസിൽ ജസ്റ്റ് ക്രോസിങ്ങേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ക്യൂ എന്ന് പറയുന്ന കുട്ടി എവിടെയാണ്? 100 മീറ്റർ ബിഹൈൻഡിലാണ്. മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് നോക്കാം, പി ഈസ് മൂവിങ് വിത്ത് പിയുടെ സ്പീഡ് എത്ര? വി പി ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? ക്യൂവിൻ്റെ സ്പീഡ് എത്ര? ബാക്കിലാണെങ്കിലും അയാൾ കൂടുതൽ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്, 20 മീറ്റർ പെർ സെക്കൻഡിൽ. ടുവേർഡ്സ് പി. ഫൈൻഡ് ദ ടൈം ആഫ്റ്റർ വിച്ച് ക്യൂ ക്യാച്ചസ് പി. ക്യൂവിന് എപ്പോൾ പിയെ പിടിക്കാൻ പറ്റും? നേരത്തെ പോലെ തന്നെ. പക്ഷെ നേരത്തെ അവർ ട്രെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ മിനിമം ഡിസ്റ്റൻസ് എടുത്തു. ട്രെയിനിൻ്റെ ലെങ്തും എയുടെ ലെങ്തും ബിയുടെ ലെങ്തും ഓവർടേക്ക് ചെയ്യാനുള്ള സമയമെടുത്തു. ഇവിടോ പിയേക്കാളും ഓൾറെഡി 100 മീറ്റർ ബിഹൈൻഡിലാണ് ക്യൂ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ എടുക്കും? സിമ്പിൾ. വെലോസിറ്റി ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു പി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു പി ബൈ ടി. ശരിയല്ലേ? അപ്പം വെലോസിറ്റി ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു പി എങ്ങനെ എടുത്തു? വി ക്യൂ മൈനസ് വി പി ഈസ് ഈക്വൽ ടു, ഇവിടെ എത്ര? ഓൾറെഡി ആദ്യമേ 100 മീറ്റർ ഉണ്ടായിരുന്നു, മൈനസ് ക്യാച്ച് ചെയ്യണമെങ്കിൽ 0 മീറ്റർ ബൈ ടി. ആദ്യമേ 100 മീറ്റർ ഉണ്ടായിരുന്നു, ക്യാച്ച് ചെയ്യണമെങ്കിൽ 0 മീറ്റർ. ശരിയല്ലേ? ദാറ്റ് ഈസ് ആദ്യമേ ക്യൂയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 മീറ്റർ ആയിരുന്നു. പിന്നീട് ക്യാച്ച് ചെയ്തപ്പോൾ ക്യൂവും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആയി. അപ്പോൾ എങ്ങനെ എഴുതി? 20 മൈനസ് 10 ഈസ് ഈക്വൽ ടു 100 ബൈ ടി. ഓർ വി വിൽ റൈറ്റ് 10 ഈസ് ഈക്വൽ ടു 100 ടി. ഓർ ടി ഈസ് ഈക്വൽ ടു 100 ബൈ 10 സെക്കൻഡ്സ്. അപ്പോൾ എത്ര സമയത്തിനുള്ളിൽ ക്യൂവിന് പിയെ ക്യാച്ച് ചെയ്യാൻ പറ്റും? ഏകദേശം 10 സെക്കൻഡ്സിനുള്ളിൽ. ക്ലിയർ? സിമ്പിൾ. ഓക്കെ. റിലേറ്റീവ് മോഷൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. എ പോലീസ് വാൻ. റിലേറ്റീവായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. എ പോലീസ് വാൻ മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ചേസിങ് എ thieves car which is accelerating with 1 meter per second square when there is a separation of 150 meter between the van and the car. ഇവിടെ പോലീസ് വാൻ. ഇതാരാ? പോലീസാ. ഇവിടെ തീഫിൻ്റെ കാർ. അപ്പം തീഫാണ് അല്ലേ? കാറാണ്. അപ്പം കാർ ഓഫ് തീഫ്. ഇത് പോലീസിൻ്റെ വാൻ. ശരിയല്ലേ? പോലീസ് വാനും തീഫിൻ്റെ കാറും തമ്മിൽ ഏകദേശം 150 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നപ്പോൾ പോലീസുകാരൻ തീഫിനെ ക്യാച്ച് ചെയ്യാൻ ചേസ് ചെയ്ത് തുടങ്ങി. വെലോസിറ്റി ഓഫ് പോലീസ് തന്നിട്ടുണ്ട്. ദ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് പോലീസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷേ എൻ്റെ തീഫ് റെസ്റ്റിലായിരുന്നു. 150 മീറ്റർ ബിഹൈൻഡിൽ പോലീസിനെ കണ്ടപ്പോഴാണ് ഇയാൾ ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആക്സിലറേഷൻ ഓഫ് തീഫ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ അയാൾ റെസ്റ്റിലായിരുന്നു. യു ഓഫ് പോലീസ് ഈസ് ഈക്വൽ ടു 0. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് പോലീസുകാരനെ 150 മീറ്റർ ബാക്കിൽ കണ്ടപ്പോഴാണ് റെസ്റ്റിൽ കിടന്ന തീഫിൻ്റെ കാർ ഫ്രണ്ടിലോട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം തീഫിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി, പോലീസാണോ? തീഫിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0, പോലീസിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. പോലീസുകാരൻ അതേ സ്പീഡിൽ ചേസ് ചെയ്യുക. പക്ഷേ എൻ്റെ തീഫ് എന്ത് ചെയ്തു? പോലീസിനെ കണ്ടിട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങി. എപ്പോൾ? 150 മീറ്റർ ബാക്കിലായിരുന്നപ്പോൾ. എങ്കിൽ ഫൈൻഡ് ദ ടൈം വെൻ ദ തീഫ് ഈസ് കോട്ട് ബൈ ദ പോലീസ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ പോലീസ് ആൻഡ് ദ തീഫ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് പോലീസ് വിത്ത് റെസ്പെക്ട് ടു തീഫ് ut പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് പോലീസ് വിത്ത് റെസ്പെക്ട് ടു തീഫ് ഇൻറ്റു ടി സ്ക്വയർ. എടുക്കാമല്ലോ? അപ്പോൾ ഓരോരുത്തരും എഴുതണം. വാട്ട് ഈസ് SPT? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പോലീസ് മൈനസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് തീഫ്. ആദ്യമേ 150യിലുണ്ട്, പിന്നെ അവർ തമ്മിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവണം. അപ്പോൾ 150
ശരിയല്ലേ? സിമിലർലി UP minus UT, which is equal to 20 minus 0, 20. ശരിയല്ലേ? അതേപോലെ നമുക്ക് എന്തും വേണം? ആക്സിലറേഷൻ ഓഫ് പോലീസ് വിത്ത് റെസ്പെക്ട് ടു തീഫ് AP minus AT. 0 minus 1 meter per second square. കണ്ടോ? കാരണം ആക്സിലറേഷൻ ഓഫ് പോലീസ് വിത്ത് റെസ്പെക്ട് ടു തീഫ് എത്ര കിട്ടി? AP minus AT. 0 minus 1 meter per second square. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമുക്ക് വാല്യൂ ഇങ്ങോട്ട് കൊടുക്കാം. SPT is equal to 150 is equal to UPT is equal to 20T plus half into acceleration of police minus 1 with respect to thief into T square. അപ്പോൾ എത്ര കിട്ടി? 150 is equal to 20T minus T square by 2. ഒരു ക്വാഡ്രാറ്റിക് ഫോം വരും. ശരിയല്ലേ? നമുക്കത് സോൾവ് ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതിയിരുന്നത്? വി ഹാവ് റിട്ടൺ 150 is equal to എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? 150 is equal to 20T minus T square by 2 ആയിരുന്നു. ശരിയല്ലേ? അപ്പം എന്തെഴുതാം? പ്ലസ് T square by 2 minus 20T plus 150 is equal to 0. ശരിയല്ലേ? T square by 2 ഒക്കെ കിടക്കുന്നത്. അപ്പം നമുക്കൊന്ന് 2 ടൈംസ് എടുക്കാം. ദാറ്റ് ഈസ് T square minus 40T plus 300 is equal to 0. ശരിയല്ലേ? പിന്നെ T കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മൈനസ് B പ്ലസ് ഓർ മൈനസ് സ്പ്ലിറ്റും ചെയ്യാവേ. You may either split it or take the quadratic equation minus b square minus 4ac by 2a. Then how to write? T is equal to minus b. B already minus 40 അപ്പം plus 40 plus or minus root of quadratic equation ഒക്കെ അറിയാമല്ലോ. minus 40യുടെ സ്ക്വയർ 1600 minus 4 into a is 1 c is 300. ശരിയല്ലേ? by 2 into a is 1. So T is equal to 40 plus or minus 1600 minus 4 3s are 12. Calculation, mathematical calculation അല്ലാതൊന്നുമില്ല. T is equal to plus 40 plus or minus root 1600 അപ്പോൾ എത്ര കിട്ടും? root 400. ശരിയല്ലേ? simple 400 by 2 or T is equal to 40 plus 20 by 2 or 40 minus 20 by 2. അപ്പം T എത്രക്ക് കിട്ടി? 60 by 2 or 20 by 2. അപ്പം T എത്ര കിട്ടി? 30 seconds or 10 seconds. അപ്പോൾ ഈ പോലീസുകാരന് തീഫിനെ പിടിക്കാൻ 2 സമയങ്ങൾ പോസിബിളാണ്. ഒന്നുകിൽ ചേസ് ചെയ്യാൻ 150 മീറ്റർ ബാക്കിൽ നിന്നുകൊണ്ട് ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 സെക്കൻഡിൽ പിടിക്കാം, 30 സെക്കൻഡിൽ പിടിക്കാം. അപ്പോൾ ഇയാൾ ഉറപ്പായിട്ട് എപ്പോഴേ പിടിക്കും? സോ ഷ്യൂർലി ദ ടൈം ഈസ് 10 seconds. ദാറ്റ് ഈസ് വിതിൻ 10 seconds ഹി വിൽ caught the thief. ക്ലിയർ? ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പം നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? റിലേറ്റീവ് മോഷൻ. നമ്മളെല്ലാവരും അങ്ങ് റിലേറ്റീവായിട്ട് എടുത്തു. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പോലീസ് വിത്ത് റെസ്പെക്ട് ടു തീഫ്. അപ്പം ഓൾറെഡി അവർ 150-ലായിരുന്നു. SP minus ST എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത്? തുടക്കത്തിൽ 150-ലായിരുന്നു, ലാസ്റ്റ് അയാൾ എവിടെ എത്തി? 0-ലെത്തി. കോട്ട് ചെയ്യണമെങ്കിൽ ഒരേ സ്ഥലത്ത് എത്തണ്ടേ? അപ്പം ലാസ്റ്റ് എത്രയായി? 0. അപ്പം 150 minus 0 ദാറ്റ് ഈസ് 150. ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് പോലീസ് വിത്ത് റെസ്പെക്ട് ടു തീഫ്. ഇത് മനസ്സിലായല്ലോ? SP minus ST എന്ന് വെച്ചാൽ 150 minus 0. ക്ലിയർ? Then UP minus UT 20 minus 0. Acceleration of police with respect to thief AP minus AT 0 minus 1 meter per second square. എന്നിട്ട് ഇക്വേഷനകത്തോട്ട് പ്രൊവൈഡ് ചെയ്തു. ഏത് ഇക്വേഷനകത്തോട്ട്? SPT, the displacement of police with respect to thief is equal to initial velocity of police with respect to thief into T plus half into acceleration of police with respect to thief into T square. Then